ശ്രമിക്കുക. ഞാൻ സംസാരിക്കുന്നതിലുപരി നമുക്കൊരു നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്ത് അങ്ങനെ അങ്ങ് പറഞ്ഞു പോവാം. ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അഭിലാമിസ് ക്ലാസ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തോ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ഡിപ്രഷനാണ് അല്ലെ. അതായത് ഡിപ്രഷനാണ് നമ്മൾ പൊതുവേ കേൾക്കുന്ന അല്ലെങ്കിൽ കാണുന്ന എല്ലാവരും മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ എന്ന് പറയുന്ന സമയത്ത് ഒരു ഡിസോർഡർ എന്ന് പറയുന്ന സമയത്ത് ആദ്യം മനസ്സിൽ വരുന്ന ഒരു കാര്യമാണ് ഡിപ്രഷൻ. ഇപ്പൊ വെരി റീസെന്റ് 2 ദിവസം മുമ്പ് ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ? കൃഷ്ണപ്രിയയുടെ ഒരു സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ എല്ലാവർക്കും മൂഡ് സ്വിങ്സ് ആണ്, ഡിപ്രഷൻ ആണ്. പണ്ടൊക്കെ നമ്മൾ പറയുന്ന മട്ട് തന്നെ ഇപ്പൊ പല പേരുകൾ വിളിച്ചിട്ടാണുള്ളത് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആളുകൾ അതിനെ റിയാക്ട് ചെയ്തിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു അത്, ആ ഒരു സ്റ്റേറ്റ്മെന്റ്. വെറുതെ ഇരിക്കുന്നത് കൊണ്ടാണ് ഡിപ്രഷൻ വരുന്നത് എന്നൊക്കെയായിരുന്നു അത്. കണ്ടിട്ടുണ്ടോ അത്? ഓക്കെ, കണ്ടിട്ടുണ്ട്. അപ്പൊ വെരി ഗുഡ്. അപ്പോ അത് തന്നെ വലിയൊരു എവിഡൻസാ. ഇപ്പോഴും മെന്റൽ ഹെൽത്ത് കണ്ടീഷനെ പറ്റിയിട്ട് ആൾക്കാർക്ക് വലിയൊരു ധാരണ ഇല്ല എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വലിയൊരു ഇപ്പൊ വെരി റീസെന്റ് വന്നൊരു ഉദാഹരണമാണ് അല്ലെ. നമ്മൾ വളരെ വളരെ കോമൺലി എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഡിപ്രഷൻ. എവിടെ നോക്കിയാലും ഡിപ്രഷനാണ്. ആരെങ്കിലും ഒന്ന് ചീത്ത വിളിച്ചാൽ ഡിപ്രഷനാണ്, അല്ലെങ്കിൽ ബോസ് ജസ്റ്റ് ചീത്ത വിളിച്ചാൽ, അല്ലെങ്കിൽ പാർട്ട്ണറായിട്ട് ചെറിയൊരു പ്രശ്നമായാൽ അയ്യോ എനിക്ക് ഭയങ്കര ഡിപ്രഷനായിരുന്നു, ഞാൻ ഭയങ്കര ഡിപ്രഷനിലൂടെയാണ് കടന്നു പോകുന്നത്. ചെറിയൊരു കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ആൾക്കാർ ഡിപ്രഷൻ എന്നുള്ള സോ കോൾഡ് ഡിപ്രഷനിലോട്ടേക്ക് പോകുന്ന കാണാറുണ്ട്. ശരിക്കും അങ്ങനെ എല്ലാവർക്കും വരുന്നൊരു കാര്യമാണോ ഡിപ്രഷൻ എന്ന് പറയുന്നത്? നമ്മൾ വളരെ മിസ്യൂസ് ചെയ്യുന്ന ഒരു ടേമാണ്. ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യുന്ന ടേംസിൽ പെട്ടാണ് ഡിപ്രഷൻ, OCD ഇതിലൊക്കെ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡിപ്രഷനാണ്. അപ്പൊ നിങ്ങളും ഒത്തിരി കേട്ടിട്ടുണ്ടാവും ഈ ഡിപ്രഷനെ പറ്റിയിട്ട്. നിങ്ങൾ മനസ്സിലാക്കിയ ഡിപ്രഷൻ എന്താണ്? നിങ്ങളുടെ അടുത്ത് ഒരാൾ ഡിപ്രഷൻ എന്താന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊരു കൺസെപ്റ്റ് ഉണ്ടാവുമല്ലോ. അതെന്താ ഡിപ്രഷൻ? എന്താ നിങ്ങളുടെ കൺസെപ്റ്റില്? നമുക്ക് സിവിയർ ആയിട്ടുള്ള ഡിപ്രഷൻ ഉണ്ടാവും. നമുക്കിപ്പോ സാധാരണ എല്ലാവർക്കും സാധാരണ രീതിയിൽ നമുക്ക് എല്ലാവർക്കും വരുന്നതാണ്. നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങള് സങ്കടം വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റാത്ത ചെറിയ ഡിപ്രഷൻ, അതൊന്നും പിന്നെ ഡിപ്രഷൻ എന്ന് അത് ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് മാറും, അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് ചിലപ്പോൾ അത് മാറുന്നു. അത് ഡിപ്രഷൻ എന്ന് പറയാൻ എന്റെ ഒരു അഭിപ്രായമാണ്. അത് എനിക്ക് തോന്നുന്നത്. പക്ഷെ സിവിയറായിട്ട് തന്നെ കുറെ കാലം ചിലരറിയും സംസാരിക്കാതിരിക്കുക, ആരോഗ്യം പ്രതീക്ഷ, അങ്ങനെയൊക്കെ ഉള്ളത് ശരിക്കൊരു അസുഖത്തിന്റെ ഇതിലേക്കാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അതായത് ഇന്റൻസിറ്റി കൂടുമ്പോഴാണ് അതിന്റെ ഒരു ഡിപ്രഷൻ എന്നുള്ളതിലോട്ടേക്ക് പോകുന്നത്. യെസ്, താങ്ക് യു. ശരിയാണ്, പറഞ്ഞത് ശരിയാണ്. ചെറിയ ചെറിയ തിരുത്തലുകളുണ്ട്. ഡിപ്രഷൻ തന്നെ ഒരു മെന്റൽ ഡിസോർഡർ ആണ്. ഓക്കെ, ഒരു വിഷമം, നോർമലി എല്ലാവർക്കും ഉണ്ടാകുന്ന വിഷമം അല്ല ഡിപ്രഷൻ. അതിൽ ചെറിയ ഡിപ്രഷൻ ഇന്റൻസിറ്റി ഡിഫറെന്റ് ആണെങ്കിലും ഡിപ്രഷൻ എന്നുള്ള ടേം തന്നെ ഒരു മെഡിക്കൽ കണ്ടീഷനാണ്, ഒരു മെന്റൽ ഡിസോർഡറാണ്. അതൊരു ഡിസോർഡറാണ്. ഒരാൾക്കൊരു ക്യാൻസർ ആണ് എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്തോരം നിബന്ധനകളിലൂടെ അത് പോകണം അല്ലെ, എന്തോരം ക്രൈറ്റീരിയാസിലൂടെ അത് കടന്നു പോകണം. വെറുതെ ഒരാൾക്കൊരു തലവേദന, ഓക്കെ എന്നാ എനിക്ക് ക്യാൻസറാണ്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന മാരകമായിട്ടുള്ള രോഗം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ടെസ്റ്റുകൾ ചെയ്യണം, ആൾക്ക് ഇന്ന പ്രശ്നമുണ്ടോ, എക്സ്ട്രാ സെൽസുകൾ, ട്യൂമേഴ്സ് ശരീരത്തിലുണ്ടോ, എവിടെയാണുള്ളത്, അതിന്റെ ഇന്റൻസിറ്റി എത്രയാണ്, ഇതൊക്കെ പാസ് ചെയ്തിട്ടാണ് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത്. സോ ഡിപ്രഷനും ഇതേപോലെ ഒരു നോർമൽ വിഷമമല്ല. ആൾക്കാർ പൊതുവേ ഉള്ള ഒരു ചെറിയൊരു ഇൻകൺവീനിയൻസ് വരുമ്പോഴത്തേക്കും, ഒരു വിഷമം വരുമ്പോഴത്തേക്കും ഡിപ്രഷൻ ആണ് എന്ന് വിളിക്കും. പക്ഷെ വിഷമം വേറെ, ഡിപ്രഷൻ വേറെ. ഡിപ്രഷൻ ഒരു ഡയഗ്നോസ് ചെയ്യപ്പെടേണ്ട ഒരു ഡിസോർഡർ ആണ്, അതൊരു മാനസിക പ്രശ്നമാണ് എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിൽ
ഡിപ്രഷനുള്ള പല ആളുകളിലും ഇപ്പം ഡിപ്രഷനുള്ള 2-3 ആൾക്കാരെ നമ്മൾ നിരത്തിയെടുത്തു കഴിഞ്ഞാൽ ഈ 2-3 ആൾക്കാരും കാണിക്കുന്ന സിംറ്റംസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇതിൽ തന്നെ പല ടൈപ്സുകളും ഉണ്ട്. ഇപ്പൊ ബേസിക്കലി ഡിപ്രഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ നീണ്ടു നിൽക്കുന്ന ഒരു മെന്റൽ ഹെൽത്ത് കണ്ടീഷനാണ്. വളരെ ഡീപ്പായിട്ടുള്ള സാഡ്നെസ് ആണ്, ഒരു നിസ്സഹായ അവസ്ഥയാണ്. അതായത് ഒരു നോർമൽ വിഷമത്തിലുപരി ഒരു വ്യക്തിയുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, റിലേഷൻഷിപ്പിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് ആരടുത്തും സംസാരിക്കാൻ തോന്നുന്നില്ല, കണ്ടിന്യൂസ്ലി കരഞ്ഞുകൊണ്ടേ നിൽക്കുകയാണ്, ഒന്നിനും ഒരു താല്പര്യമില്ല, ഇതിൻ്റെ ഒക്കെ ഇന്റൻസിറ്റി ഹൈ ആണ്. ഈ ഒരു സിറ്റുവേഷൻസിൽ നമുക്ക് നമ്മുടെ പഠനത്തിൽ ബുദ്ധിമുട്ട് വരുന്നുണ്ട്, നമുക്കൊന്നിലും കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, ഒന്നിലും ഒരു താല്പര്യമില്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ കണ്ടിന്യൂസ്ലി ഒരു 2 വീക്കോളം, ഓക്കെ, ഒരു വീക്ക് ആണെങ്കിലും ഡിപ്രഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിന് ക്രൈറ്റീരിയ ഉണ്ട്. DSM എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് ക്ലാസ് കിട്ടിയിട്ടുണ്ടായിരുന്നോ? DSM ക്രൈറ്റീരിയ, ICD ഒക്കെ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഈ DSM ആൻഡ് ICD എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാൾക്ക് ഒരു രോഗമുണ്ട് അല്ലെങ്കിൽ ഒരു മാനസികാരോഗ്യ പ്രശ്നമുണ്ട് എന്ന് അയാൾക്ക് മനസ്സിലാവണമെങ്കിൽ അയാൾ കടന്നു പോകേണ്ട കുറെ ക്രൈറ്റീരിയാസുകളുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാളൊരു അഡ്വക്കേറ്റ് ആണ് എന്ന് പറയണമെങ്കിൽ അയാൾക്ക് ഇന്ന ക്വാളിഫിക്കേഷൻ വേണം അല്ലേ? അതിങ്ങനെ ഓരോ ക്വാളിഫിക്കേഷനും ടിക്ക് ചെയ്ത് പോകുമ്പോഴാണ് അയാൾ ഓക്കെ, ഇയാൾ അഡ്വക്കേറ്റ് ആണ്, ഇയാൾ ഡോക്ടർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ ഒരു ഡിസോർഡറിന് ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. ഈ മാനദണ്ഡങ്ങൾ മീറ്റ് ചെയ്താൽ മാത്രമേ അയാൾക്ക് ആ ഡിസോർഡർ വരുള്ളൂ, അല്ലെങ്കിൽ അത് ആ ഡിസോർഡർ അല്ല, ചില ചെറിയ ചെറിയ സിംറ്റംസുകൾ മാത്രമേ കാണിക്കുള്ളൂ. ഡിപ്രഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അതാണ് നോർമൽ സാഡ്നെസ്സും ഡിപ്രഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് പൊതുവെ ക്ലിനിക്കലി ഇതിന്റെ പേര് വിളിക്കുന്നത് മേജർ ഡിപ്രസീവ് ഡിസോർഡർ, MDD എന്ന പേരിലാണ് ഇപ്പൊ ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, ഇതില് ഡിപ്രഷന്റെ ഒത്തിരി സിംറ്റംസുകളുണ്ട്. ഇതില് ഏറ്റവും DSM പറയുന്ന 8 സിംറ്റംസുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ 8 സിംറ്റംസിൽ മിനിമം 5 സിംറ്റംസ് ഒരാൾ കാണിക്കണം. ഓക്കെ, അതിൽ 2 സിംറ്റം മാത്രമേ ഇതിൽ പറഞ്ഞ ഒരാൾ കാണിക്കുന്നുള്ളൂ എങ്കിൽ അയാൾക്ക് ഡിപ്രഷൻ ഇല്ല. ഈ ഞാൻ പറയുന്നതിൽ 8-ൽ 5 മിനിമം ഒരാൾ കാണിക്കണം. ആ ഒരു 5 കാര്യങ്ങൾ അയാളിൽ ഉണ്ടെങ്കിൽ നമുക്കത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അത് 2 വീക്ക് വേണം. 2-3 ദിവസം ഉണ്ടാകുന്നതൊക്കെ നോർമലാണ്. ഓക്കെ, അതിൽ കൂടി 2 വീക്ക് കണ്ടിന്യൂസ്ലി ഇയാൾക്ക് മോസ്റ്റ് ഓഫ് ദി ഡേ ഏതാണ്ട് എല്ലാ ദിവസവും ഒരേ മൂഡാണെങ്കിലാണ് നമുക്ക് അയാൾക്ക് ഡിപ്രഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ അതിലൊന്നാണ് ഭയങ്കരമായിട്ട് വിഷമം, ഒന്നിനൊരു മൂഡില്ല. ഓക്കെ, നമ്മൾ ചിലപ്പോൾ നമുക്കൊരു സ്ട്രെസ് വരുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ നമ്മൾ എക്സാമിൽ പൊട്ടിയെന്ന് വിചാരിക്കാം, ഓക്കെ, അല്ലെങ്കിൽ ബോസ് ചീത്ത വിളിച്ചു, അല്ലെ പാർട്ട്ണറായിട്ട് എപ്പോഴും പൊട്ടുന്ന പോലെ 2 അടി പൊട്ടി. ഓക്കെ, ഇങ്ങനെയുള്ള സിറ്റുവേഷൻ, അടിപൊട്ടിയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് വാക്ക് തർക്കം ഉണ്ടായെന്നുള്ളതാണ് കേട്ടോ. അപ്പൊ വാക്ക് തർക്കം ഉണ്ടായി, ഒരു മൂഡും ഇല്ല, 2 ദിവസം മൂഡില്ല, 3-ാമത്തെ ദിവസം നമ്മൾ ഓക്കെ ആയി, നമ്മൾ തുള്ളിച്ചാടി നോർമലി സംസാരിക്കും, അങ്ങനെ. അത് ഡിപ്രഷൻ അല്ല. ഫാമിലിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലെ? ഓക്കെ, എങ്ങനെയായിരുന്നു ആളുടെ ഒരു സിറ്റുവേഷൻസ്, എങ്ങനെയായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നോ? ദേഷ്യപ്പെടുന്ന സമയത്തല്ലേ? ഓക്കെ ഓക്കെ. പോസ്റ്റ് വാർത്താണോ? വന്നതാണ്. ആ ഒരു കാരണം കൊണ്ട്, ഫിനാൻഷ്യൽ ഇഷ്യൂ കൊണ്ട് വന്നതാണ് അല്ലെ? ഓക്കെ ഓക്കെ. ശരിക്കും ഡിപ്രഷന്റെ നിരക്ക് ഭയങ്കര കൂടുതലാട്ടോ നമ്മുടെ നാട്ടില്. പക്ഷെ ചില ആൾക്കാരത് അറിയുന്നു, ചില ആൾക്കാരത് അറിയുന്നില്ല എന്നുള്ള കാര്യം. അപ്പോ പിന്നെ ഈ വിഷമം എന്ന് പറയുമ്പോൾ നോർമൽ വിഷമല്ല. താങ്ക് യു, ഷെയർ ചെയ്തതിൽ താങ്ക്സ് കേട്ടോ. നമ്മൾ ശരിക്കും ഡിപ്രഷനുള്ള ഒരാളെ നമ്മൾ കണ്ട് അയാളുടെ ജീവിതം കാണുമ്പോഴാണ് ദ റിയൽ മീനിങ് ഓഫ് ഡിപ്രഷൻ ഇങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവുക. ഇതെന്താ പ്രശ്നം അറിയോ? എല്ലാത്തിനെയും കാര്യം നമ്മൾ സങ്കടം തോന്നും, ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക്. ഒരു നിസ്സഹായ അവസ്ഥയിലോട്ടേക്ക് പോവും അവര്. ഒരു മോട്ടിവേഷനും ഉണ്ടാവില്ല അവർക്ക് ഒരു കാര്യം ചെയ്യാനും. ഓക്കെ, അത് പല ആളുകളും ഞാൻ പറഞ്ഞ പോലെ പല ഡിഫറൻസസ് ഉണ്ട് കേട്ടോ. അത് ഞാൻ ഓരോ എക്സാമ്പിൾ പറയുമ്പോൾ ഞാൻ കുറച്ചുകൂടി ക്ലാരിറ്റി തരാം. അപ്പൊ ഒന്നാമത്തെ സിംറ്റം എന്ന് പറയുന്നത് സാഡ്നെസ്.
ആ യെസ് യെസ് അത് ആ യെസ് അതുണ്ട് അതാണ് നമ്മൾ ആ യെസ് 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 അതാളുടെ പറയുന്നുണ്ടായിരുന്നു. സൂയിസൈഡൽ ടെൻഡൻസി മാത്രമല്ല, ഏറ്റവും കൂടുതൽ മരണനിരക്ക് കാണുന്നത് ഡിപ്രഷൻ ഡയഗ്നോസ് ചെയ്ത ആളുകളിലാണ്. ഓക്കെ, അപ്പോൾ ഡിപ്രഷന്റെ ഏറ്റവും പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു സിംറ്റമാണ് മരിക്കാൻ ഇവർക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരിക്കും. എന്ന് വെച്ചാൽ ജീവിതത്തോടൊരു മടുപ്പ്, എനിക്ക് ജീവിക്കണ്ട, ജീവിച്ചിട്ട് എൻ്റെ ജീവിതത്തിന് ഒരു അർത്ഥമില്ല എന്നുള്ള രീതിയിലായിരിക്കും. ഇതിന്റെ ഇന്റൻസിറ്റി ഇങ്ങനെ കൂടും കേട്ടോ, ഭയങ്കര ഫ്രീക്വന്റ് ആയിട്ട് ചിന്ത ഉണ്ടാവും. ഇതില് എനിക്കൊരു കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കേസിൽ ഒരു കുട്ടിയാണ്, ഒരു റെസിഡൻഷ്യൽ സ്ഥാപനമായിരുന്നു. അപ്പോൾ അവിടെ ആ കുട്ടി എൻ്റെ അടുത്ത് വരുന്ന സമയത്ത് അവരുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ മാറും. ഇങ്ങനെ ടയേർഡായിട്ട്, ഇങ്ങനെ ഒന്നും വയ്യാതെ ക്ഷീണിച്ചിട്ടായിരിക്കും ഉണ്ടാവാം. കരഞ്ഞുകൊണ്ട് മാത്രമേ സംസാരിക്കുള്ളൂ. എല്ലാവരും ഇതേ പറഞ്ഞ പോലെ കരഞ്ഞുകൊണ്ട് സംസാരിക്കണമെന്നില്ല കേട്ടോ, ഞാൻ എൻ്റെ കേസ് പറയാം. അപ്പോൾ കുട്ടി എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്തൊക്കെ കരഞ്ഞുകൊണ്ടാവും. ഒരു 3-4 വട്ടം ദിവസം വരും ആ കുട്ടി. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ പാരൻസിനെ വിട്ട് പിരിഞ്ഞത് കുട്ടിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കുട്ടിയുടെ താല്പര്യപ്രകാരമാണ് സ്കൂളിലോട്ടേക്ക് വന്നത്. താമസിച്ച് പഠിക്കേണ്ട റെസിഡൻഷ്യൽ സ്ഥാപനമായിരുന്നു വന്നത്. പക്ഷെ കുട്ടിയുടെ മാനസികാവസ്ഥ പാരൻസിനെ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കാനായിട്ടില്ല. അതാണ് സംഭവം. പക്ഷെ കുട്ടിക്ക് ഭയങ്കര വിഷമാണ്. നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്, നല്ല ഡൗൺ ആയി. അങ്ങനെ ഒരു കുട്ടി ക്ലാസ്സിൽ ഉണ്ട് എന്ന് പോലും ടീച്ചേഴ്സ് തിരിച്ചറിയാത്ത ഒരു രീതിയിലാണ്. കാരണം ആ കുട്ടിയുടെ പൊട്ടൻഷ്യൽ ടീച്ചേഴ്സ് കണ്ടിട്ടില്ല. കാരണം കുട്ടി അവിടെ വന്ന സ്റ്റാർട്ടിങ് തൊട്ടേ ഇങ്ങനെയാണ്. കുട്ടി നന്നായിട്ട് സ്പീച്ച് ചെയ്യുന്ന കുട്ടിയായിരുന്നു, നന്നായിട്ട് പ്രസംഗിക്കുന്ന കുട്ടിയായിരുന്നു, ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഇതെനിക്ക് മനസ്സിലായത് ഈ പാരന്റുമായിട്ട് സംസാരിച്ച സമയത്ത് എനിക്ക് മനസ്സിലായത്. പാരന്റ്സ് ഈ കുട്ടിയുടെ വീഡിയോ ക്ലിപ്സ് ഒക്കെ എനിക്ക് കാണിച്ചു തന്നു. കുട്ടി പ്രസംഗിക്കുന്നതൊക്കെ കണ്ടപ്പോൾ നമ്മൾ വണ്ടർ അടിച്ചു പോയി. ഇങ്ങനെയുള്ള കുട്ടിയാണ് ഇങ്ങനെ ഒരു മാറ്റം വന്നത്. കുട്ടി എൻ്റർലി ചേഞ്ച് ആയി. അതായത് ഒന്നിനും താല്പര്യമില്ല. കുട്ടി ഭയങ്കര എൻജോയ് ചെയ്ത് പഠിക്കാനും ഭയങ്കര ആക്റ്റീവായിട്ട് ഒരു എക്സ്ട്രോവേർട്ടഡ് ആയിട്ട് നടക്കുന്ന ഒരു കുട്ടിയായിരുന്നു. പെട്ടെന്ന് ക്ലാസ്സിൽ വന്നപ്പോഴേക്കും ഒന്നും മിണ്ടുന്നില്ല, ഒരറ്റത്തെ ഒരു മൂലയിൽ പോയിരിക്കും, ആരടുത്തും സംസാരിക്കുന്നില്ല. ഫ്രണ്ട്സ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ വളരെ ചുരുങ്ങി 1-2 ആൾക്കാരുടെ അടുത്ത് മാത്രം സംസാരിക്കും. അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ഒന്നിനും. പിന്നെ ഇതിൽ ഏറ്റവും റെലവെന്റ് ആയിട്ട് കാണുന്ന ഒരു കാര്യം, ഇവരുടെ വെയിറ്റിൽ മാറ്റം ഉണ്ടാവും. വെയിറ്റിൽ മാറ്റം എന്ന് വെച്ചാൽ ഒരു 3-4 കിലോ ചിലപ്പോൾ കൂടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറഞ്ഞിട്ടുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ വിശപ്പിൽ മാറ്റം വരും. ചില ആൾക്കാർ വിശപ്പിൽ മാറ്റം വരുന്ന പറയുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കില്ല എന്നാണ് വിചാരിക്കുക. അങ്ങനെയല്ല, ചില ആൾക്കാർ നന്നായിട്ട് ഫുഡ് കഴിക്കും, ഓവർ ഈറ്റിംഗ് ആവും, എന്നിട്ട് തടി കൂടും. ഓക്കെ, ചില ആൾക്കാർ ഫുഡ് കഴിക്കാൻ തോന്നില്ല, എന്നിട്ട് വെയിറ്റ് കുറയും. 3-4 കിലോ ഒക്കെ ചെറിയ ആ ഒരു 2 വീക്കിൽ തന്നെ ചിലപ്പോൾ എത്രയൊരു വെയിറ്റ് ലോസ് കാണും. ചിലപ്പോൾ നമ്മൾ അവരിൽ കാണാൻ തന്നെ ഉണ്ടാവും. ഓക്കെ, നമ്മുടെ നാട്ടിൽ പൊതുവെ വെയിറ്റ് കുറയുന്നതാണ് പ്രശ്നമായിട്ട് കാണാറുള്ളത്. മീൻസ് വിഷമം വരുമ്പോൾ ഫുഡ് കുറയും, അവൾ ക്ഷീണിച്ചു എന്നാ പറയാം. അങ്ങനെ മാത്രമല്ല, കഴിക്കുകയും ചെയ്യും. അത് നമ്മൾ ആ ഒരു വിഷമത്തെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ഫുഡ് കഴിക്കുന്നതാണ്. ബിഞ്ച് ഈറ്റിംഗ് എന്ന് അതിനെ വിളിക്കാം. ഒരുപാട് കഴിക്കും, ആവശ്യത്തിൽ കൂടുതൽ കഴിക്കും. അത് ഡിപ്രഷനിൽ മാത്രമല്ല, നമ്മൾ വിഷമം വരുമ്പോൾ ഫുഡ് കഴിക്കുന്ന ആൾക്കാരുണ്ടോ? ഇതില് ഫുഡ് ആശ്രയിച്ചിട്ട് ഒരുപാട് ഫുഡ് കഴിക്കുന്ന ആൾക്കാരുണ്ടോ? ഓക്കെ ഓക്കെ, ഒരാള് പറഞ്ഞു, നിസി അല്ലേ? നിസി അങ്ങനെയാണ്. ഫുഡ് കഴിക്കാത്ത ആൾക്കാരും ഉണ്ടാവും. മഞ്ജു അങ്ങനെയാണ്. ഓക്കെ, ഫുഡ് കഴിക്കാത്ത ആൾക്കാരുണ്ടോ? ഓക്കെ, നസീഹ ഫുഡ് കഴിക്കാറില്ല, വിശപ്പ് കുറയും. ഓക്കെ, കൃഷ്ണാഞ്ചലേ, എന്താ പേരെന്തത്? കൃഷ്ണജ. ഓക്കെ, കൃഷ്ണജ. ഓക്കെ, എൻ്റെ ഫ്രണ്ട് ഉണ്ട്, ഞാൻ. ഓക്കെ, ആരോൺ അങ്ങനെയാണ്. ഓക്കെ, ഫുഡ് കഴിക്കൽ കുറയും. ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന കൂട്ടത്തിലാട്ടോ. ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അപ്പോൾ പുറത്തു പോവും, എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും ഒക്കെ കഴിക്കും. നോർമൽ ടെൻഷൻ വരുമ്പോഴാണ്. പക്ഷെ നമുക്കൊരു ബാലൻസ് ഉണ്ടാവും അല്ലേ? പക്ഷെ ഡിപ്രഷനിൽ ബാലൻസ് കിട്ടൂല. കാരണം കണ്ടിന്യൂസ് 2 വീക്ക് ഇങ്ങനെയാണ്. 2 വീക്കിലും കൂടും ഡിപ്രഷനുള്ള ആളുകൾക്ക്. അപ്പൊ കണ്ടിന്യൂസ്ലി വിശപ്പില്ലാതെ നിൽക്കുമ്പോൾ വെയിറ്റ് കുറയും, കണ്ടിന്യൂസ്ലി ഫുഡ് കഴിക്കുമ്പോൾ വെയിറ്റ് കൂടും. അവിടെ ഡിഫറൻസ് വരുന്നത്. നോർമലി ഇതൊക്കെ നമ്മുടെ സ്ട്രെസ്സിന്റെ റെസ്പോൺസാണ്. നമുക്ക് സ്ട്രെസ് വരുമ്പോൾ ആദ്യം ഡിസ്റെഗുലേറ്റ് ആവുക നമ്മുടെ വിശപ്പും നമ്മുടെ ഉറക്കമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? ആദ്യം ഒന്നില്ല ഉറക്കം കുറയും, അല്ലെങ്കിൽ ഉറക്കം നന്നായിട്ട് അങ്ങ് ഉറങ്ങും. ഞാൻ ഉറക്കം കൂടിയ കൂട്ടത്തിലാട്ടോ. ടെൻഷൻ വരുമ്പോൾ
നന്നായിട്ട് ഒരു പകുതി ഞാനും ഉറങ്ങും ഒരു ദിവസത്തിന്റെ. അപ്പൊ പിന്നെ ടെൻഷനൊന്നും അറിയണ്ടല്ലോ. ചില ആളുകൾക്ക് ഉറക്കം കിട്ടില്ല, ഇങ്ങനെ ഉരുണ്ടുരുണ്ട് കളിക്കും ബെഡിന്ന്. ഓക്കെ, നസിയ അങ്ങനെയാണോ? ഉറങ്ങുന്ന കൂട്ടത്തിലാണോ? ഉറങ്ങാത്ത കൂട്ടത്തിലാണോ? ഉറക്കം വരാത്ത കൂട്ടത്തിലാണല്ലേ? ഓക്കെ ഓക്കെ. എന്നുവെച്ചാൽ ഉറക്ക് കുറവാണ്. ഓക്കെ, ഉറക്ക് കൂടുതലുള്ള ആരെങ്കിലും ഉണ്ടോ അവിടെ? ഓക്കെ ഓക്കെ, ആരോണും ഉറങ്ങും എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഞാനും അങ്ങനെയാണ്, നന്നായിട്ട് ഉറങ്ങും. അപ്പൊ ഞാൻ ഇവിടുന്ന് ഇനിയിപ്പോ ടയേർഡായിട്ട് ഉറങ്ങുന്ന സമയത്ത് തന്നെ ആണെങ്കിലും വീട്ടുകാർ ആദ്യം വന്ന് പാരന്റ് ചോദിക്കുക എന്താന്ന് വെച്ചാല്, നിനക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ ഇങ്ങനെ ചോദിക്കുക. നോർമലി ഉള്ള നമ്മുടെ സ്ട്രെസ്സിന്റെ റെസ്പോൺസ് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യും, വിശപ്പിലും റിയാക്ട് ചെയ്യും, സ്ലീപ്പിലും. ആദ്യം ഇത് രണ്ടുമാ മാറുക. ഡിപ്രഷനുള്ള ഒരാൾ എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ നന്നായിട്ട് ഉറങ്ങും. നന്നായിട്ട് ഉറങ്ങിയാലും പ്രശ്നമാണ്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യില്ല അല്ലേ? പകുതി ഉറങ്ങിയാൽ എങ്ങനെ ചെയ്യാനാണ്? ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല അല്ലേ? ചിലർക്ക് ഉറങ്ങാൻ പറ്റില്ല എന്നാ പറഞ്ഞത്. ഉറങ്ങാൻ പറ്റിയില്ലെങ്കിലും പ്രശ്നം, അതിന്റെ ക്ഷീണം ഉണ്ടാവും. ഉറക്കം കൂടിയാലും ക്ഷീണം ഉണ്ടാവും, കാര്യങ്ങളൊന്നും ചെയ്യാനും പറ്റില്ല. രണ്ടും പ്രശ്നമാണ്. അപ്പൊ ഡിപ്രഷനുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കുറച്ചുകൂടി എക്സ്ട്രീം ആയിട്ട് പോകും. ഓക്കെ, അതാണ് സ്ലീപ്പ് ഡിസ്റ്റർബൻസിൽ. ഇൻസോംനിയ എന്ന് വെച്ചാൽ ഉറക്കില്ല, ഹൈപ്പർസോംനിയ ഓവർ സ്ലീപ്പിംഗ് ആണ്. ഓക്കെ, മഞ്ജുയുടെ ഹസ്ബൻഡ് ഉറങ്ങാറേ ഇല്ല അല്ലെ? ഓക്കെ ഓക്കെ. ടെൻഷൻ ഉണ്ടാകുമ്പോ ഇതൊക്കെ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ള അറിയോ? നമ്മുടെ ബോഡിയുടെ ഒരു നോർമൽ സ്ട്രെസ്സിന്റെ റെസ്പോൺസ് ഇതൊക്കെ. ഓക്കെ, ഇതൊക്കെ കൂടെ നമ്മുടെ ബോഡി സിഗ്നൽസ് തരികയാണ്, നിങ്ങൾ ഓക്കെ അല്ല, ഏതെങ്കിലും രീതിയിൽ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തോ എന്നുള്ളത്. നോർമലി നമുക്ക് 2 ദിവസം കൊണ്ട് ഇതൊക്കെ മാറും, നോർമൽ സ്ട്രെസ് ആണെങ്കിൽ. ഡിപ്രഷൻ ആകുമ്പോൾ കുറച്ചുകൂടി എക്സ്ട്രീം ആവുന്നേ ഉള്ളൂ. ഇതൊക്കെ കുറച്ചുകൂടി എക്സ്ട്രീം ആവും. എന്നിട്ട് ചിലപ്പോൾ ഇവരുടെ ഫേസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവരിങ്ങനെ ഉറങ്ങാണ്ട് ഒരു സിറ്റുവേഷൻ. കാരണം ടയേർഡ്നെസ് ഉണ്ടാവില്ലേ? ഉറങ്ങിയാലും ടയേർഡ്നെസ് ഉണ്ടാവും, എപ്പോഴും പൊട്ടമായിട്ടാണ് അത് ഉറങ്ങുന്ന ആളുകൾക്ക് മനസ്സിലാവും സ്ട്രെസ് വരുന്ന സമയത്ത്. ആൻഡ് ഡിപ്രഷനുള്ള ആളുടെ 5ാമത്തെ സിംറ്റംസ് ആണ്. സിംറ്റംസ് എന്ന് പറയുന്നത് നമ്മൾ കാണിക്കുന്ന കാര്യങ്ങൾ അല്ലെ? മെഡിക്കൽ കണ്ടീഷനിൽ ഞാൻ പറയാൻ വിട്ടുപോയി. സിംറ്റംസ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണിക്കുന്ന ഓരോ കുറെ ലക്ഷണങ്ങൾ. ഓക്കെ, അതാണ് സിംറ്റംസ്. പിന്നെ അതിൽ 5ാമത്തെ സിംറ്റം ആണ് എനർജി ഉണ്ടാവില്ല. ഒന്നിനൊരു ഒരു നമ്മൾ മൂഡില്ലാന്നാ പൊതുവെ പറയാം. ഒന്നിനൊരു ചെയ്യാനൊരു എനർജി ഉണ്ടാവില്ല. നമ്മൾ ചെയ്യണം കുറെ ആഗ്രഹം ഉണ്ടാവും, പക്ഷെ ഒന്ന് ഇറങ്ങി കിട്ടില്ല. ഒരു ബോഡി ഫുള്ളൊരു ടയേർഡ്നെസ് ആയിരിക്കും. ഡിപ്രഷനുള്ള ആളുകൾ പൊതുവെ പറയുന്ന ഒരു കാര്യം, ഒരു ക്ഷീണം അനുഭവപ്പെടും. ഓക്കെ, നല്ല ക്ഷീണമായിരിക്കും ഉണ്ടാവുക. ആ ക്ഷീണം അനുഭവപ്പെടാൻ കാരണം ഈ ഉറക്കിലും അതേപോലെ വിശപ്പിലൊക്കെ മാറ്റം വരുന്നത് കൊണ്ടാണ് ബേസിക്കലി ക്ഷീണം അനുഭവപ്പെടുന്നത്. പിന്നെ വരുന്ന 6ാമത്താണ് ഒരു വേർത്ത്ലെസ്നെസ് ഫീലിംഗ് ആയിരിക്കും. നമ്മൾ പറയില്ലേ, ഭൂമി പിളർന്ന് താഴോട്ടേക്ക് പോയാലോ എന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കും. എന്നെ കൊണ്ട് എന്തിനെങ്കിലും പറ്റുമോ? ഞാൻ എന്താ ഇങ്ങനെ, എനിക്ക് മാത്രം എന്താ ദൈവം ഇങ്ങനെ തരുന്നത്? അല്ലെങ്കിൽ ഒന്നും പറ്റുന്നില്ലല്ലോ, എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഗിൽറ്റും ഉണ്ടാവും. എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്നുള്ളൊരു ചിന്തയും ഉണ്ടാവും. അത് കുറച്ചുകൂടി എക്സ്ട്രീം ആയിരിക്കും ഇവരുടെ ചിന്ത. കാരണം വെച്ചാൽ ഇവരൊരു നിസ്സഹായ അവസ്ഥയായിരിക്കും അവർക്ക് ഉണ്ടാവുക. ഒരു ഹോപ്പ് ഇല്ലാത്ത അവസ്ഥ. ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, ഞാനിപ്പോ ഇങ്ങനെയായി എന്നുള്ളൊരു മീനിങ് അല്ല അവർ വരിക. കുറ്റബോധവും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഡിപ്രഷന്റെ സിംറ്റംസ് ആണ്. ആൻഡ് 7ാമത്തെ കാര്യമാണ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, മെമ്മറിയിൽ മാറ്റം ഉണ്ടാവും, ഡിസിഷൻസ് എടുക്കാൻ പറ്റില്ല. ഇതിന് എക്സാമ്പിൾ, എൻ്റെ ഒരു ക്ലയന്റ് ആൾക്ക് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ആയിരുന്നു. ഡിപ്രഷന്റെ വേറൊരു കൈൻഡാണ് കേട്ടോ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. അപ്പോൾ ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഉള്ള ടൈമിൽ ആൾക്കൊക്കെ മറന്നു പോവായിരുന്നു. മറക്കുന്നത് എന്തുകൊണ്ടാണ്? ഫോക്കസ് ഇല്ലാത്തതുകൊണ്ടാണ്. കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഡിപ്രഷനുള്ള ഒരാളടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ആൾക്ക് ഫുള്ള് കേൾക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല, ആളുടെ ശ്രദ്ധ മാറും. അതുകൊണ്ട് തന്നെ വെച്ച സാധനങ്ങൾ മറന്നു പോവും, എന്താ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് മറന്നു പോവും. ആൻഡ് അത് ഡിപ്രഷൻ അവിടെ മാറ്റി വെക്കും. നോർമലി നിങ്ങൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണെങ്കിൽ പിന്നെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വെക്കാൻ പറ്റുമോ? ബേസിക്കലി ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധ കിട്ടുമോ? കിട്ടാറുണ്ടോ സാധാരണ? കുറച്ചൊരു ടെൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്താണെങ്കിൽ ഇല്ല. അതുപോലെ തന്നെയാണ് അപ്പൊ ഡിപ്രഷന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ആൾക്ക് ശ്രദ്ധ കിട്ടില്ല, ഡിസിഷൻസ് ഒന്നും എടുക്കാൻ പറ്റില്ല, പ്രോപ്പറായിട്ട് ഒരു ഡിസിഷൻ അവർക്ക് എടുക്കാൻ പറ്റില്ല, ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കും അവർക്ക്. ഓക്കെ,
അപ്പോൾ ഇതാണ് 7ാമത്തെ കാര്യം, മെമ്മറിയിൽ മാറ്റം വരും കേട്ടോ. പിന്നെ 8ാമത്തെ സിംറ്റമാണ് തോട്ട്സ് ഓഫ് ഡെത്ത്, സൂയിസൈഡ്, അതായത് മരിക്കണം എന്നുള്ളൊരു തോട്ട്സും ഉണ്ടാവും. തോട്ട്സ് ആണ് ഐഡിയേഷൻസ്, എങ്ങനെ മരിക്കാമെന്ന് ചിന്തിക്കും, മരിക്കണം എനിക്ക് ജീവിക്കണ്ടെന്ന് തോട്ട്സ് വരും, ഐഡിയേഷൻ ഉണ്ടാവും, അറ്റംപ്റ്റ് നടത്തും, ബ്ലേഡൊക്കെ വെക്കും കയ്യിൽ, അല്ലെങ്കിൽ മെഡിസിൻസ് ഒക്കെ എക്സ്ട്രാ കയ്യിൽ വെക്കും ആ സമയത്ത്. അതേപോലെ ഡിപ്രഷനുള്ള ആൾക്കാർ പൊതുവെ ഇങ്ങനെ അവരുടെ സാധനങ്ങളൊക്കെ കൊടുക്കും. അതൊക്കെ ഓരോ സയൻസുകളാണ് കേട്ടോ, ഓരോ സൈനുകളാണ്, നമ്മൾ സൂചിപ്പിക്കുന്നതാണ്. ഞാനിപ്പോൾ ഓക്കെ അല്ല, ഞാനിപ്പോൾ മരിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ പല ആളുകൾക്ക് കൊടുക്കുക, നീ ഇത് വെച്ചോ, നീ എൻ്റെ അടുത്ത് ക്ഷമിക്കണം എന്നൊക്കെ ആൾക്കാരുടെ അടുത്ത് പോയി പറയാം. ഇതൊക്കെ ഈ ഒരു സൂയിസൈഡൽ തോട്ട് വരുന്നത് കൊണ്ട് ഉണ്ടാവുന്നതാണ്. ഓക്കെ, ഇതൊക്കെ ആൾക്കാർ കാണിക്കും, പക്ഷെ ചുറ്റുമുള്ള നമുക്ക് ചിലപ്പം റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിക്കോളണമെന്നില്ല. ഈ പറഞ്ഞ 8 സിംറ്റംസിൽ മിനിമം 5 സിംറ്റംസ് എങ്കിലും ഒരാൾ കാണിക്കണം. ഈ 5ഉം ഒരാൾ കാണിക്കുന്നുണ്ടെങ്കിൽ 5ഓ 5ൽ കൂടുതലോ ഒരാളിൽ ഉണ്ടാവണം. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിപ്രഷൻ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുള്ളൂ. അതും നമുക്ക് ഒരു 2 വീക്ക് ഉണ്ടാവണം. അതാണ് അതിന് ഞാൻ പറഞ്ഞില്ലേ, ഈ DSM ആൻഡ് ICD ഇതൊക്കെ ഓരോ മാനദണ്ഡങ്ങളുള്ള കുറച്ച് ഗൈഡ് ലൈൻസുകളാണ്. അപ്പൊ ഈ ഗൈഡ് ലൈൻസിൽ കറക്റ്റ് ആയിട്ട് ടൈം ഡ്യൂറേഷൻ പറയുന്നുണ്ട്. ഇത്ര സമയം വേണം, ഇത്ര സമയം ഒരാളിൽ ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ ഉണ്ടായാൽ മാത്രമേ അയാൾക്ക് ഡിപ്രഷൻ ഉണ്ടാവുള്ളൂ. 2 വീക്കാണ് സമയം. ഓക്കെ, അപ്പൊ ഈ വീക്കുകൾ ഓർത്ത് വെക്കുക. ദിസ് ഇസ് ബേസിക്കലി ഡിപ്രഷൻ. ഓക്കെ, ആൻഡ് ഡിപ്രഷൻ ക്ലിയർ ആയോ? നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നോ? എന്തെങ്കിലും നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ മാറിക്കിട്ടിയോ? അല്ലെങ്കിൽ ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളായിരുന്നോ ഇത്? ഇങ്ങനെയുള്ള വേറെ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഓക്കെ, ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഓക്കെ ഓക്കെ, സോ കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോഴൊക്കെ അല്ലേ? ഞാൻ ഇന്ന് ഡിപ്രഷൻ കേസിന് കൗൺസിലിംഗ് കൊടുത്ത് ശരിയാക്കുന്ന ആളെ കൂടിയാണ്. ഓക്കെ, കൗൺസിലർ ആണോ? കൗൺസിലർ ഞാൻ ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. ഓക്കെ ഓക്കെ, അതുകൊണ്ട് കമ്മ്യൂണിറ്റിയിൽ നന്നായിട്ട് ഇടപെടുന്ന ആളായതുകൊണ്ട് എന്റെ വാക്കുകൾ മറ്റുള്ളവരുടെ മുറിവുകൾ ഉണക്കുന്നുണ്ട് എന്ന് എന്റെ ക്ലാസ്സിലൂടെ മനസ്സിലായി. ഓക്കെ ഓക്കെ, ഒരുപാട് ക്ലാസ് കഴിയില്ല. എന്റെ ക്ലാസ്സിൽ നിന്ന് കൗമാര ക്ലാസ്സിൽ നിന്നൊക്കെ കുട്ടികൾക്കെല്ലാം നല്ല ഹീലിംഗ് കിട്ടി മൈൻഡിന്. അപ്പൊ അതിലൂടെ ഞാനത് മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ കുറെ ആൾക്കാർക്ക് കൗൺസിലിംഗ് കൊടുത്തു. ഇപ്പൊ ഈ ആഴ്ച എനിക്കൊരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. കുട്ടി ഡിപ്രഷനിലേക്ക് കടക്കുന്ന കുട്ടിയായിരുന്നു. അപ്പൊ പൂർണ്ണമായിട്ടൊരു ഡിപ്രഷനിലേക്ക് വീഴുന്നതിന് മുന്നേ ഞാൻ ആ കുട്ടിയെ മേലോട്ടേക്ക് ഉയർത്തി. അപ്പൊ അത് സ്കൂളിൽ നിന്ന് ടീച്ചറാണ് ഡയഗ്നോസ് ചെയ്തത്, കണ്ടെത്തിയത്. ഡയഗ്നോസ് ചെയ്തെന്നല്ല, കണ്ടെത്തിയത്. അപ്പൊ കുട്ടി എപ്പോഴും മൈൻഡ് ഔട്ട് ആയിട്ട് ഇരിക്കുന്നത് മനസ്സിലാക്കി. കുട്ടി നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടിയായിരുന്നു. കുട്ടി പെട്ടെന്ന് കുട്ടി മൂഡ് ചേഞ്ച് വന്ന് കുട്ടി ഇങ്ങനെ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ കുട്ടി ഇരിക്കുന്നത് മനസ്സിലാക്കിയിട്ട് ടീച്ചർ കുട്ടിയുടെ അമ്മേനെ വിളിച്ചു. അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്താ നിങ്ങളെ മകൾക്ക് പറ്റിയത്? ഇപ്പം കുട്ടി ഇങ്ങനെ ക്ലാസ്സിലധികം ശ്രദ്ധിക്കുന്നില്ല. കാരണം +2 പഠിക്കുന്ന കുട്ടിയാണ്. നല്ല പഠിക്കുന്ന കുട്ടിയായിരുന്നു. ഇപ്പോൾ അവളൊന്നും പറയുന്നതൊന്നും കൃത്യമായിട്ട് എഴുതുന്നുമില്ല. എല്ലാ കുട്ടികളും എഴുതുന്ന സമയത്ത് അവളെന്തോ ആലോചിച്ചിരിക്കുന്നു. അവർക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു കൗൺസിലറുടെ അടുത്തേക്ക് കൊണ്ടുപോകണം കുട്ടീനെ പറഞ്ഞു. അപ്പൊ അവര് സാധുക്കളാണ്. അപ്പൊ അവര് എന്റെ ആശാവർക്കർ, ആ വാർഡിലുള്ള ആശാവർക്കർ ഒരു റിലേറ്റീവ് ആണ്. അപ്പൊ ആശാവർക്കറെ കോണ്ടാക്ട് ചെയ്തിട്ട് ചോദിച്ചു, ഹെൽത്ത് സെന്ററിൽ കൗൺസിലിങ്ങിന് ആളുണ്ടാവുമെന്ന് ചോദിച്ചു. അപ്പൊ എന്റെ ആശമാർക്കൊക്കെ അറിയാൻ ഞാൻ കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഓരോരോ അവരെ ഏരിയയില് കൗൺസിലിംഗിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു, നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ ചെയ്യും, നിങ്ങൾ ഞാൻ കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ അവര് തന്നെ ആശാവർക്കർ കോണ്ടാക്ട് ചെയ്തു. അപ്പൊ നമുക്ക് പൾസ് ആയിരുന്നു ഈ ആഴ്ച. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പൾസ് പോളിയോന് മുന്നേ തന്നെ എത്രയും പെട്ടെന്ന് വരണം, അല്ലെങ്കിൽ പൾസ് പോളിയോ കഴിഞ്ഞ് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ അതിന് അപ്പോഴത്തേക്ക് കുട്ടി അങ്ങ് ബാഗായി പോയാൽ മോശമാണ്. അതുകൊണ്ട് കുട്ടീനെ നമുക്ക് ഇന്ന് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ കുട്ടീനെ സ്കൂളിൽ നിന്ന് അമ്മ പോയി കൂട്ടി വന്ന് അമ്മ പണിക്ക് പോയിട്ടുണ്ട്, കൂലിപ്പണിക്ക് പോയിരുന്നു. കുട്ടി സ്കൂളിലും പോയിട്ടുണ്ട്.
പിന്നെ സ്കൂളിൽ പോയി കുട്ടിയുടെ അമ്മ എന്റെ അടുത്തേക്ക് വന്നു. നല്ല രീതിയിലുണ്ടത് വിജയിപ്പിക്കാൻ പറ്റിയിട്ടില്ല പറയാനാണ്. കുട്ടീനെ രക്ഷപ്പെട്ടു. ഞാൻ ഇന്നലെ ഫസ്റ്റ് സെഷൻ ആണോ പോയത്? എത്ര സെഷൻസ് പോയി? സെഷൻസ് കുട്ടി കഴിഞ്ഞിരുന്നു. അപ്പൊ ഒരു 1.5 മണിക്കൂറോടെ എന്റെ അടുത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കൗൺസിലിംഗ് പഠിച്ചിട്ട് ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ ഞാൻ ആ ഒരു ഇപ്പൊ പറയുന്ന സ്റ്റെപ്സ് ഓഫ് കൗൺസിലിംഗിന്റെ സ്റ്റെപ്സ് ഓഫ് സൈക്കോളജി കൗൺസിലിംഗിന്റെ ആ മെത്തേഡ് തന്നെയാണ് ഞാൻ ഇടപെടുന്നതെന്നുള്ള എനിക്ക് മനസ്സിലായി. ക്ലാസ് എടുത്തപ്പോ സ്റ്റെപ്സ് ഓഫ് കൗൺസിലിംഗ് പറയുന്ന ആ ടെക്നിക്ക് തന്നെയാണ് ഞാൻ അറിയാതെ ഞാൻ ഉപയോഗിക്കുന്നത്. എനിക്ക് കൗൺസിലിംഗ് ആണത്. പക്ഷെ എന്റെ മോഡലിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ചെയ്യുന്നത് ഞാൻ നമ്മളിപ്പോ പഠിക്കുന്ന സ്റ്റെപ്സ് ഓഫ് കൗൺസിലിംഗ് തന്നെ ഞാൻ ചെയ്യുന്നത്. അപ്പൊ അത് തന്നെ കുട്ടീനെ നല്ല രീതിയിൽ പ്രോസസ് ചെയ്തിട്ട് പൂർണ്ണമായ ഡിപ്രഷനിലേക്ക് പോയില്ല. പക്ഷെ ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ ഈ പറഞ്ഞതില് ഡിപ്രഷൻ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടാവില്ല, ഡിപ്രഷൻ ആയിട്ടുണ്ടാവില്ല, അതിന്റെ സിംപ്റ്റംസ് ആള് കാണിച്ചിട്ടുണ്ടാവും. ഒരാഴ്ചയും കൂടി അവര് പിന്നെ ഇത് അതായത് നമ്മളിങ്ങനെ ഒരു കോണ്ടാക്ട് വരാതെ നിന്ന് അവരത് പിന്നെ പോകാതിരുന്നെങ്കിൽ കുട്ടി ഡിപ്രഷനിലേക്ക് പൂർണ്ണമായിട്ട് പോകുകയും കുട്ടി കരഞ്ഞു. കുട്ടി കാര്യങ്ങൾ പറഞ്ഞു, കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ അമ്മ വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അച്ഛനെ വിളിച്ചു. അച്ഛൻ കുറച്ചൊരു ഡ്രിങ്ക്സ് ഉപയോഗിക്കുന്ന ആളാണ്. അപ്പൊ അതാണ് അവിടുത്തെ വിഷയം. അപ്പൊ എന്തൊക്കെയോ വിഷയങ്ങളുണ്ടാവും, ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാവരും ബന്ധപ്പെട്ട് അപ്പൊ അന്ന് നല്ല രീതിയിൽ തന്നെ 1.5 മണിക്കൂറോളം എന്റെ അടുത്തുണ്ടായിരുന്നു. അപ്പൊ കുട്ടി ഇന്നലെ ഫോളോപ്പ് ചെയ്യാൻ പറഞ്ഞു. ഒരിക്കലും കൂടി മാഡത്തിന്റെ വരണം, മോക്ക് നല്ല ഇഷ്ടമുണ്ട്. മോളിപ്പം പഠിക്കുന്ന ടീച്ചർ തന്നെ പറഞ്ഞു നല്ല ചേഞ്ച് വന്ന കുട്ടി പഴയ മോളെ തന്നെ ആയി, പഴയ കുട്ടി തന്നെ ആയി മാറിയിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും കൂടി അവരുടെ കൂട്ടിക്കോളെന്ന് പറഞ്ഞു. ഏതായാലും ഞാൻ ഇന്നും കൂടി കുറച്ചുകൂടി ഫോളോ അപ്പ് ആയിരുന്നു. അപ്പൊ നാളെ ഉച്ചയ്ക്ക് ശേഷം ഒന്നും കൂടി വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടല്ലേ? ഉണ്ട്. അത് എനിക്ക് പിന്നെ സൂയിസൈഡ് മെന്റാലിറ്റിയുടെ പൂർണ്ണമായി ഡിപ്രഷനിലേക്ക് പോയ ഒരാളെ ഞാൻ ഈയോടാക്കിയിട്ടുണ്ടായിരുന്നു. അവര് പിന്നെ അത് എനിക്ക് ഏറ്റവും വലിയ ഒരു അനുഭവം. ഞാൻ പറഞ്ഞില്ലേ സാറിന്റെ ക്ലാസ് പറഞ്ഞില്ലേ. താങ്ക് യു ഫോർ ഷെയറിങ്. ഇവിടെ അപ്പോ റിയൽ ആയിട്ടുള്ള കേസസുകൾ ചിലപ്പം നമ്മുടെ മുമ്പിൽ വരും. അപ്പോൾ അത് നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ജസ്റ്റ് സംസാരിക്കാം. ബട്ട് നമുക്കൊരു തെറാപ്പി മോഡിലോട്ടേക്കാണെങ്കിൽ ഓൾവേസ് കൺസൾട്ട് സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. കാരണം നമുക്ക് കുറച്ചുകൂടെ ഒരാളുടെ മാനസിക നില മോശമാണെങ്കിൽ അത് നമ്മൾ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ നിൽക്കാതെ നമുക്കൊരു എക്സ്പേർട്ടിന്റെ ഒപ്പീനിയൻ തേടുന്നതും അതേപോലെ അവർക്ക് റെഫർ ചെയ്യുന്നതൊക്കെ എപ്പോഴും നല്ലതായിരിക്കും, ആളുടെ കണ്ടീഷൻ വളരെ മോശമാണെങ്കിൽ. ഗുഡ്. അപ്പൊ ഇവിടെ പിന്നെ ഡിപ്രഷന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ഇത് എവിടുന്നാ വരുന്നത് അല്ലെ? ഡിപ്രഷനിൽ പല കാരണങ്ങളുണ്ട്. നമ്മളിപ്പം ആ വീഡിയോ പറയുകയാണെങ്കിൽ ആ വീഡിയോയിൽ ഇങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുള്ളത്. വെറുതെ ഇരിക്കുന്നതുകൊണ്ടാണ് ഡിപ്രഷൻ വരുന്നത്, പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഡിപ്രഷൻ വരുന്നത്. പണി ഇല്ലാത്തത് കൊണ്ട് മാത്രമല്ല ഡിപ്രഷൻ വരുന്നത്. കരിയറിലൊരു ഡ്രോപ്പ് ഉണ്ടാവുക അല്ലെങ്കിൽ ജോലി ഇല്ലാത്തത് ഡിപ്രഷന് കാരണമാകും. ബട്ട് ഒരിക്കലും അത് മാത്രമല്ല ഡിപ്രഷന്റെ കാരണങ്ങൾ. നമ്മൾ ബേസിക്കലി 3 ലെവലായിട്ടാണ് ഇതിനെ തരംതിരിച്ചിട്ടുള്ളത്. ഒന്ന് ബയോളജിക്കൽ ഫാക്ടേഴ്സാണ്, രണ്ടാമത് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സാണ്, മൂന്നാമത് സോഷ്യൽ ഫാക്ടേഴ്സാണ്. അപ്പൊ ഈ ബയോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരഘടനയായിട്ട് ബന്ധപ്പെട്ടത്, നമ്മുടെ ജനറ്റിക്, നമ്മുടെ പൂർവികരുമായിട്ട് ബന്ധപ്പെട്ടത്, പാരമ്പര്യമായിട്ട് നമ്മൾ നമ്മൾ പറയില്ലേ കഷണ്ടി പാരമ്പര്യമായിട്ട് കിട്ടിയതാ, ആ നല്ല കണ്ണ് പാരമ്പര്യമായിട്ട് കിട്ടിയതാ, മുടി അമ്മൂമ്മയുടെ മുടിയാണ് കുട്ടിക്ക് എന്നൊക്കെ പറയില്ലേ. അതേപോലെ നമ്മുടെ ഒട്ടുമിക്ക മാനസികാരോഗ്യ പ്രശ്നങ്ങളും പാരമ്പര്യമായിട്ട് ജനിതകപരമായിട്ട് മാറ്റം വന്നിട്ട് എന്ത് ചെയ്യും, നമുക്ക് പാസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ ബ്രെയിൻ സ്ട്രക്ചർ, ഒരു മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോ ഞാനിപ്പോ സംസാരിക്കുന്നത്, നിങ്ങളെ നോക്കുന്നത്, ഞാൻ നിങ്ങളെ കാണുന്നത് അല്ലെ, ഞാനിങ്ങനെ കൈ അനക്കുന്നത്, ഇതൊക്കെ ഹാൻഡിൽഡ് ബൈ അവർ ബ്രെയിൻ അല്ലെ. നമ്മുടെ ബ്രെയിൻ ആണ് ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ
ഇതേ ഈ പറഞ്ഞ പോലെ ബയോളജിക്കൽ ഫാക്ടർ എന്ന് പറയുമ്പോൾ ബേസിക്കലി ജനറ്റിക് ഫാമിലിയിൽ നിന്ന് ഫാമിലിയിൽ ആർക്കെങ്കിലും ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, എൻ്റെ ഹസ്ബൻഡിന്റെ അച്ഛനും 5 ബ്രദേഴ്സും സൂസൈഡ് ചെയ്തതാണ്. ഓക്കെ. എന്തായിരുന്നു, ഡിപ്രഷൻ ആയിരുന്നു ഓർ അതർ സൈക്കോട്ടിക് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു ആൾക്ക്? മാനസികാരോഗ്യം വേറെ എന്തെങ്കിലും ഇഷ്യൂ ആയിരുന്നോ? ഡിപ്രഷൻ ആവും, അപ്പൊ ഉറപ്പില്ല. ഓക്കെ. അപ്പോൾ ഡിപ്രഷൻ ആകാം. എല്ലാവർക്കും ഡിപ്രഷൻ ആണ്. ഓക്കെ. ഡിപ്രഷൻ ആകാം. ചിലപ്പോൾ പേഴ്സണാലിറ്റിയിൽ എല്ലാവർക്കും കേട്ടില്ല. ക്ലാരിറ്റി ഇല്ല കേട്ടോ പറയുന്നത്. ടൈപ്പ് ചെയ്യോ അങ്ങനെയാണെങ്കിൽ? ഡിപ്രഷൻ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടായിരുന്നോ ഇത്ര ആളുകളിൽ? ഓക്കെ. അത് ഡിപ്രഷൻ ആകാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഇത് ക്ലിയർ എവിഡൻസ് ആണ് കേട്ടോ. ഇതിപ്പോ ഈ പറഞ്ഞത് ഒരുപാട് വർഷം മുമ്പാണ്. ഓക്കെ. അത് ഡിപ്രഷൻ ആകാം, അല്ലാതെ ഇരിക്കാം. നമുക്ക് അറിയില്ലല്ലോ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടോ. ഇപ്പോൾ നമ്മുടെ ഫാമിലിയിൽ ഒരാൾക്ക് ഒരു മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടെങ്കിൽ പല മെന്റൽ ഹെൽത്ത് കണ്ടീഷനും ഫാമിലിയിലുള്ള മെമ്പേഴ്സിന് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അത് ഡിപ്രഷൻ തന്നെ ആവണമെന്നില്ല. ആൻസൈറ്റി ആകാം, അല്ലെ മറ്റ് നമ്മൾ പൊതുവെ വട്ട് എന്ന് വിളിക്കുന്ന സ്കീസോഫ്രീനിയ ഇല്ലേ, വട്ട് എന്ന് വിളിക്കരുത്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. സ്കീസോഫ്രീനിയ. അപ്പോൾ അങ്ങനെയുള്ള പല മാനസികാരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഇതേപോലെ വരും. ഓക്കെ. നമുക്ക് അതിനനുസരിച്ചുള്ള ക്ലൈൻസുകൾ ഉണ്ട് കേട്ടോ. ഫാമിലിയിൽ എടുത്തു നോക്കിയാൽ ഫാമിലിയിൽ ഇൻ റണ്ണിങ് ഒരുപാട് മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടാവും. അത് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടാവും. അത് ജനറ്റിക്കലി ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും ജനറ്റിക്കലി അത് ജനിതകപരമായിട്ട് കിട്ടുന്നതും ആകാം. ഇപ്പൊ ഈ മഞ്ജു പറഞ്ഞ കാര്യത്തിൽ തന്നെ ആണെങ്കിലും അല്ലെ, അച്ഛനും മക്കളും സൂസൈഡ് ചെയ്തു എന്ന് പറയുമ്പോൾ ഹൗ ഇറ്റ്സ് പോസിബിൾ അല്ലെ? അതിന് എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടാകും, എന്തൊക്കെ റീസൺ ഉണ്ടാവും, എങ്ങനെയായിരിക്കും അത് അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവുക? ഓക്കെ. സ്കീസോഫ്രീനിയ ജനറ്റിക്കലി അല്ലാതെയും വരും. ഒരാൾ വളർന്നു വന്ന സിറ്റുവേഷൻസ്, അയാളുടെ എൻവയോൺമെന്റ് കാരണമൊക്കെ വരും. ഓക്കെ. ഇതിന്റെ റീസൺസ് പറയുന്ന സമയത്ത് ഒരൊറ്റ റീസൺ എന്നുള്ള രീതിയിലായിരിക്കില്ല. കുറെ പോസിബിലിറ്റീസ് ഉണ്ടാവും, കുറെ റീസൺസ് ഉണ്ടാവും. അതായത് കോസസ് കാരണങ്ങൾ ഒരൊറ്റ കാരണം മാത്രമായിരിക്കില്ല, ഒരുപാട് കാരണങ്ങൾ കൂടി ചേർന്നായിരിക്കും. ഇപ്പൊ ഡിപ്രഷന്റെ കേസ് പറയുന്നതാണെങ്കിൽ ഫാമിലിയിൽ ഡിപ്രഷന്റെ റേറ്റ് ഒരാൾക്ക് ഉണ്ടെങ്കിൽ അത് കുട്ടിക്ക് അല്ലെങ്കിൽ ആ ഫാമിലിയിലുള്ള ആളുകൾക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം ജീൻസ് പാസ് ചെയ്യും. ഓക്കെ. പിന്നെ വരുന്നത് ന്യൂറോ കെമിക്കൽ ഇംബാലൻസ് ആണ്. ന്യൂറോ കെമിക്കൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവുന്ന കെമിക്കൽസ്, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും, നമ്മൾ സന്തോഷിക്കുന്നത്, നമ്മൾ ചിരിക്കുന്നത്, നമ്മൾ ആഹ്ലാദിക്കുന്നത്, ആർമാദിക്കുന്നത്, ഇവെന്തോ നമ്മൾ കരയുന്നത്, നമ്മുടെ എല്ലാ ഇമോഷൻസിനെയും കൺട്രോൾ ചെയ്യുന്ന ബ്രെയിനിന്റെ ഏരിയാസും ഉണ്ട്. ബ്രെയിനിൽ കുറെ രാസ വസ്തുക്കളുണ്ട്. അതാണ് കെമിക്കൽസ്, ന്യൂറോ കെമിക്കൽസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സെറോട്ടോണിൻ, ഡോപ്പമിന് അല്ലെ, എപ്പിനെഫ്രിൻ, ഇതൊക്കെ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒന്ന് കേട്ടിട്ടുണ്ടോ? സെറോട്ടോണിൻ ഒക്കെ കേട്ടിട്ടുണ്ടാവും. ഡോപ്പമിനും സെറോട്ടോണിനൊക്കെ. സെറോട്ടോണിൻ ഈസ് കോൾഡ് ഹാപ്പി ഹോർമോൺ. ഓക്കെ, കേട്ടിട്ടുണ്ട്. ഡോപ്പമിനും നമുക്ക് ഒരു റിവാർഡ് സിസ്റ്റം ആണ്. ഈ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് വീണ്ടും വീണ്ടും ഡ്രഗ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കുന്നത് ഈ ഡോപ്പമിനാണ്. ഡ്രഗ്സ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഡോപ്പമിന്റെ അളവ് കൂടും ബ്രെയിനിൽ. അപ്പൊ ബ്രെയിനിന് വീണ്ടും വേണം ഈ സെയിം ഡ്രഗ്സ്. പുകവലിയൊക്കെ ഈ ഡോപ്പമിനായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഓക്കെ. എക്സസൈസ് ചെയ്യുന്ന ഒരാൾക്കും ഈ ഒരു ഡോപ്പമിന് പ്രൊഡ്യൂസ് ചെയ്യും നാച്ചുറലി. ഓക്കെ. അപ്പോൾ ഈ സെറോട്ടോണിൻ, ഹാപ്പി ഹോർമോൺ എന്ന് അറിയപ്പെടുന്ന ഈ സെറോട്ടോണിൻ അളവ് കുറവായിരിക്കും ഡിപ്രഷനുള്ള ആളുകളിൽ. അപ്പൊ ഹാപ്പി ഹോർമോൺ ഇല്ലെങ്കിൽ പിന്നെന്താ വരിക? സാഡ്നസ് അല്ലേ? ഓക്കെ. സോ നമ്മുടെ ബ്രെയിനിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്, ചേഞ്ചസ് വരുന്നുണ്ട്. രാസപദാർത്ഥങ്ങളിൽ, രാസവസ്തുക്കളിൽ എന്ത് വരുന്നുണ്ട്? അതാണ് ന്യൂറോ കെമിക്കൽസ്. സെറോട്ടോണിന്, ഡോപ്പമിനോ ഒരുപാടുണ്ട് കേട്ടോ. ഹോർമോൺസ് വേറെ ഉണ്ട്. അപ്പൊ ഇതിന് മാറ്റം വരും. പിന്നെ ഉള്ളത്
നേരത്തെ പറഞ്ഞ പോലെ ഹോർമോണൽ ചേഞ്ചസ്, അത് എസ്പെഷ്യലി സ്ത്രീകൾക്കാണ് ഇത് ബേസിക്കലി ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് വരുന്നത് കാണുന്നത്. പ്രഗ്നൻസി അല്ലെ, ആഫ്റ്റർ ദി പ്രഗ്നൻസി. ശരിക്കും നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു വലിയൊരു പെർസെൻറ്റേജ് ഓഫ് സ്ത്രീകൾ, ഒരു 71 to 76% ഓഫ് സ്ത്രീകൾക്ക് പോസ്റ്റ് പാർട്ടം ഡിപ്രഷന്റെ സിംറ്റംസ് ഉണ്ട്. ഡിപ്രഷൻ അല്ല, സിംറ്റംസ് ഉണ്ട്. ഓക്കെ, അതായത് ഇപ്പൊ ഇന്നൊരു കേസ് ഉണ്ടായിരുന്നു, കേസിന്റെ ഫോളോ അപ്പ് ആയിരുന്നു. അതെന്താന്ന് വെച്ചാൽ ആൾക്ക് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം കുട്ടിയുടെ കരച്ചിൽ കേൾക്കാൻ പറ്റുന്നില്ല, കുട്ടിയെ ഇഷ്ടമല്ലാത്തൊരവസ്ഥ വരിക, ദേഷ്യം വരിക പെട്ടെന്ന്. കാരണം ഈ പ്രഗ്നൻസി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ശരീരത്തിൽ മാറ്റം വരും അല്ലേ, നമ്മുടെ മൂഡിലൊക്കെ മാറ്റം വരും. നമുക്ക് ചിലപ്പോൾ റൂമിൽ തന്നെ ഒരുപാട് സമയം ഇരിക്കേണ്ടി വരും, നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും, നമ്മൾ ഒത്തിരി ടൈം ഈ പുതിയൊരാൾക്ക് വേണ്ടി നമ്മുടെ ലൈഫ് തന്നെ പിന്നെ മാറും. നമ്മൾ മാത്രമുള്ള ഒരു കാര്യത്തിൽ നിന്ന് ഒരു കുട്ടി എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി വരുമ്പോൾ ചില ആളുകൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല, പല കാരണങ്ങളുണ്ടാവും. ഹസ്ബൻഡിന്റെ അടുത്ത് ചില ആളുകൾക്ക് ദേഷ്യമായിരിക്കും, ഹസ്ബൻഡിനെ അടുപ്പിക്കില്ല. കുട്ടിയുടെ അടുത്ത് ദേഷ്യം. എൻ്റെ ഈ ക്ലയന്റിന് ഭയങ്കര ദേഷ്യമാണ്, ഇറിറ്റേഷനാണ്. കുട്ടിക്ക് പാല് കൊടുക്കുമ്പോൾ ഒക്കെ ഇഷ്ടമല്ലാതെയാണ് പാല് കൊടുക്കുന്നത്, ചിലപ്പോൾ പാല് കൊടുക്കാതെ നിൽക്കും, കുട്ടിയെ ചെറിയ കുട്ടിയെ അടിക്കും, ദേഷ്യമാണ് വരിക. നമ്മൾ ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷന്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കുട്ടിയെ കിണറ്റിൽ എറിഞ്ഞ് കൊന്ന ഒരു അമ്മയുടെ കേസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നോ? ഭയങ്കര വൈറലായിരുന്നു, സെൻസേഷണൽ ന്യൂസ് ആയിരുന്നു. ആള് ട്രിവാൻഡ്രം ഉളമ്പാറ കേട്ടിട്ടുണ്ടോ? ട്രിവാൻഡ്രം അവിടെ എങ്ങനെ ചെറിയ കുട്ടിയെ അത് ആള് 3 വയസ്സല്ലെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ളതാ. അതെ. കാരണം എന്ന് വെച്ചാല് പോസ്റ്റ് പാർട്ടം ഡെവലപ്പ് ചെയ്യാ ഒരു ഡിപ്രഷൻ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഓക്കെ ഓക്കെ. ഒരു മാസം ന്യൂമോണിയ ആയിരുന്നു കുട്ടിക്ക്. അപ്പൊ ഒരു മാസം ന്യൂമോണിയ കൊണ്ട് പിന്നെ കഷ്ടപ്പെട്ടു. എന്റെ പ്രസവം നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പ്രസവം നിർത്തി മോള് വളരെ ചെറുതായിരുന്നു, മോള് 3 വ്യത്യാസമുള്ളൂ. അപ്പം കുട്ടി പെട്ടെന്ന് ഇങ്ങനെ കുട്ടി അസുഖത്തിലേക്ക് പോയപ്പോ നൈറ്റ് മുഴുവൻ ഞാൻ ഉറങ്ങാതെ കുട്ടിക്ക് പാല് കൊടുത്തതായിരുന്നു. എനിക്കൊരു തരം ഭയങ്കരമായ പേടിയായിരുന്നു. കുട്ടിയുടെ കണ്ടീഷൻ ഈ ഡോക്ടർ എന്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ പ്രസ്താവിച്ചതാണ്. ഭയങ്കരമായ ഒരു അവസ്ഥയിലാണ് കുട്ടി ഉള്ളേന്നുള്ള രീതിയിൽ ഇവർ എന്റെ അടുത്ത് പറയുന്നത്. അപ്പൊ എനിക്കിതൊന്നും മനസ്സിലാവില്ല, സാധാരണ അമ്മയാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷെ ഞാൻ കുറച്ച് അറിയുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഷോക്കായി. അപ്പൊ അതിനുശേഷം പിന്നെ കുട്ടീന്റെ കണ്ടീഷൻ പിന്നെ മോശമാകുന്നതിനനുസരിച്ച് എന്റെ കണ്ടീഷനും മോശമായിക്കൊണ്ടിരിക്കും. പിന്നെ കുട്ടി പക്ഷെ റിക്കവറി ആകുമ്പോഴും ഞാൻ മനസ്സിൽ കാണുന്നത് എന്റെ കുട്ടി രക്ഷപ്പെട്ടില്ല, എന്റെ കുട്ടിക്ക് അസുഖം മാറിയിട്ടില്ല. ഇതാണ് എന്റെ മനസ്സില്. അതായത് എനിക്ക് കുട്ടിയുടെ അസുഖം മാറാത്തത് കൊണ്ട് എനിക്ക് സൂയിസൈഡ്, ഇതാണ് എന്റെ അതായത് കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുന്നേ എനിക്ക് എനിക്കത് താഴെ ശക്തിയില്ല. അപ്പൊ എനിക്ക് മുന്നേ ആയിരുന്നു എനിക്ക് മരിക്കണം. അങ്ങനെ ഞാൻ കുട്ടിക്ക് പാല് കൊടുക്കാൻ ഒരു ഇഷ്ടക്കേട്, ദേഷ്യം ഒക്കെ ഉണ്ടായിരുന്നോ സമയത്ത്? അപ്പൊ അങ്ങനെ ആയിരുന്നു. അപ്പൊ കുട്ടിയുടെ 1 മാസം കഴിഞ്ഞ് കുട്ടി ഡിസ്ചാർജ് ആകുമ്പോഴേക്കും ഞാനൊരു രോഗിയായി മാറി, പൂർണ്ണമായ ഒരു രോഗിയായി മാറി. പിന്നെ മെഡിക്കേഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇതാണോ നേരത്തെ ഡിപ്രഷൻ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത്? ഇതായിരുന്നോ? ഓക്കെ. അപ്പൊ മെഡിക്കേഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞ് രക്ഷപ്പെട്ടേ വന്നു എന്നുള്ളത് എനിക്ക് എന്റെ മനസ്സിലതില്ല. കുഞ്ഞ് രക്ഷപ്പെട്ടില്ല എന്നാണ് എന്റെ മനസ്സിൽ. അപ്പൊ എനിക്ക് സൂയിസൈഡ് ചെയ്യണം, സൂയിസൈഡ് ചെയ്യണം ഒറ്റ ചിന്ത മാത്രം. അപ്പൊ ആ രീതിയിൽ പോയി സൂയിസൈഡിന്റെ അകത്തും കയറി. പക്ഷെ എന്തോ ഭാഗ്യവശാൽ ഞാൻ രക്ഷപ്പെട്ടു. ഇനി ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് തന്നുകൊണ്ടാണ്. ഓക്കെ, ഒരു സർവൈവർ ആണല്ലേ? ഹാപ്പി ടു ഹിയർ. ഒരു സർവൈവർ ആണപ്പോ. ഓക്കെ, അത് വല്ലാത്തൊരവസ്ഥയാ. അത് ശരിക്കും നമ്മള് അതായത് നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനും പറ്റില്ല, അതിൻ്റെ ഇടയ്ക്ക് കുട്ടിയെ നോക്കണം, ഉറക്കം പോകും, നമ്മുടെ ശരീരമാണെങ്കിലും മാറിയിട്ടുണ്ടാവും, നമ്മൾ സൗന്ദര്യ സങ്കല്പത്തിനെതിരെയുള്ള ശരീരമായി മാറിയിട്ടുണ്ടാവും.
ഒക്കെ അപ്പൊ കഴിഞ്ഞു. എന്റെ ഉറക്കം നഷ്ടപ്പെട്ട് രാത്രി ഞാൻ ഉറങ്ങലില്ല, ഫുഡ് കഴിക്കുന്നില്ല, ഉറങ്ങുന്നില്ല, 24 മണിക്കൂർ കുഞ്ഞിനെ നോക്കിയിട്ട്. അപ്പൊ അങ്ങനെ ആയപ്പോ എന്റെ പിന്നെ ബ്രസ്റ്റ് പാലെല്ലാം പോയി, പാലില്ലാതെ. അപ്പൊ പാലില്ലാതെ പേരില് ഡോക്ടർ വന്നിട്ട് ചീത്ത പറയാൻ തുടങ്ങി. അസുഖമുള്ള കുട്ടിക്ക് പാല് പോലും പറ്റിച്ച് ഇങ്ങനെ എപ്പോഴും നോക്കിയാൽ ഉറക്കൊഴിഞ്ഞിട്ട് ഇങ്ങനെ ടെൻഷനും കൊണ്ടിരുന്നിട്ട്. അപ്പൊ ഡോക്ടറെ ചീത്ത ഒരു ഭാഗത്ത് കിട്ടുന്നത്, എന്റെ കുട്ടി ഇങ്ങനെ ഒരു ഭാഗത്ത്, എല്ലാം കൂടി ഞാനങ്ങ് പോയി, കംപ്ലീറ്റ് പോയി. അപ്പോ ആരാണ് ഇനീഷ്യേറ്റീവ് എടുത്തത് ഇത് കൺസൾട്ട് ചെയ്യാൻ വേണ്ടിട്ട്? ഹോസ്പിറ്റലിൽ തന്നെ മനസ്സിലായി. മനസ്സിലായി. വന്നിരുന്നു. ഡിസ്ചാർജ് വന്നതിന് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. സംഭവം നടന്നിട്ട് പിന്നെ സംഭവത്തോടു കൂടി അത് നേരെ അങ്ങോട്ടേക്ക് ഹോസ്പിറ്റലിലേക്ക് ചില ആളുകൾ ഇത് എക്സ്ട്രീം ആയിരിക്കും. വീട്ടിന്ന് മനസ്സിലാകുന്നത് ഞാൻ ഇതിൽ അതിനകത്തേക്ക് കയറിയപ്പോഴാണ്, സൂയിസൈഡ് ചെയ്യാനുള്ള പോയപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായി. അത്ര വരെ അവകാശം ഞാൻ വെറുതെ കളിക്കുന്നതായിട്ട് അത് ആൾക്കാർക്ക് കുറ്റപ്പെടുത്തുക ചെയ്യുക, കുട്ടിയെ നോക്കുന്നില്ല. ഈ പാലില്ല. ഇപ്പൊ വത്സലയുടെ കാര്യത്തില് കുട്ടിയുടെ അടുത്ത് ഒരു അഗ്രഷൻ ഇല്ല അല്ലെ? അതില്ലല്ലോ. കുട്ടിയുടെ അടുത്ത് ഒരു ദേഷ്യം ഉണ്ടായിരുന്നു. അതായത് കുട്ടിയോട് ഭയങ്കരമായ എഫെക്ഷൻ. എനിക്ക് എന്റെ കുട്ടി എഫെക്ഷനാണ്. ഇത് കണ്ടോ എങ്ങനെയാണ് ഒരാളിൽ നിന്ന് വേറൊരാളിലോട്ടേക്ക് ഡിപ്രഷന്റെ സിംറ്റം മാറുന്നത്. മനസ്സിലൊക്കെ അത് വേറെ രീതിയിലാണ് എഫക്ട് ചെയ്തത്. ബേസിക്കലി ഓക്കെ ചില ആളുകളിൽ കുട്ടിയോട് ദേഷ്യമായിരിക്കും ഉണ്ടാവുക. അത് ഡിപ്രഷൻ പ്ലസ് സൈക്കോസിസ് വരുന്ന പോസ്റ്റ് പാർട്ടം ഡിപ്രഷനിൽ കുട്ടിയുടെ അടുത്തൊരു ദേഷ്യമായിരിക്കും. ചിലപ്പോ ഞാനിപ്പോ പറഞ്ഞ എന്റെ ക്ലയന്റ് എന്താന്ന് വെച്ചാൽ കുട്ടി അടിക്കുക ചെയ്യുക. ഓക്കെ, അപ്പോ കുട്ടി അടിക്കും. അതിന്റെ ഒരു എക്സ്ട്രീം വേർഷൻ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ട്രിവാൻഡ്രം അഡ്മിറ്റ് ആയ ഒരു കേസ്. അന്ന് അമ്മയെല്ലാവരും ചീത്ത വിളിക്കും. ഒരു മാതാവ്, ഒരു അമ്മ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? പക്ഷെ അത് അവരുടെ അവർ ഗോ ത്രൂ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. ഓക്കെ, അത് അവരെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. അവരുടെ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി കഴിഞ്ഞ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് എക്സ്ട്രീമാണ്. പെട്ടെന്നാണ് ഒരു ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകുന്നത്. ഒരു ഡെലിവറി കഴിയുമ്പം ഒന്ന് ആലോചിച്ച് നോക്കണം എത്രത്തോളം ഡ്രോപ്പ് ആ ഒരു ഹോർമോണിന് ഉണ്ടാവും എന്നുള്ളത്. അപ്പൊ അത് കഴിഞ്ഞ് വന്ന് ചില ആളുകളുടെ ശരീരത്തിന് അത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിക്കോളണമെന്നില്ല. അത് മാത്രമല്ല, നമ്മുടെ കൾച്ചറിലാണെങ്കിലും കുറെ കാര്യങ്ങളുണ്ട്. ഹസ്ബൻഡിനെ അടുപ്പിക്കില്ല, അങ്ങനത്തെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ചില കൾച്ചറിലൊക്കെ മുടി ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കുറെ ഇൻഫ്ലുവൻസ് വേറെയും ഉണ്ടാവും ഇതിന്റെ ഇടയിൽ. അപ്പോ ജോലിക്ക് പോകാൻ പറ്റില്ല അല്ലെ? ഒരുപാട് ഇങ്ങനെ സഫറിംഗ് മോഡിലായിരിക്കും ഉണ്ടാവും. അപ്പൊ റിക്കവറി ആയി. അപ്പൊ പിന്നെ അതിനുശേഷം ട്രീറ്റ്മെന്റ് തുടങ്ങി. ഒരു കോഴ്സ് 3 months കഴിക്കാതെ തന്നെ സുഖാവും. ഇവര് വേഗം തന്നെ കുട്ടി വെറ്ററായി കളിക്കാനുള്ള തുടങ്ങുമ്പോഴത്തേക്കാണ് അമ്മ ഓക്കെ ആയി. അമ്മ അത് കണ്ട് മുന്നോട്ടേക്ക് വരുന്നത്. അതുപോലെ തന്നെ മോൻ നല്ലൊരു ഇതായിട്ട് മുന്നിൽ കണ്ടപ്പോൾ തന്നെ പിന്നെ മാറി വരുന്നുണ്ടായിരുന്നു. ഒരു 5 മാസം കൊണ്ട് പൂർണ്ണമായി മാറി. 6ാമത്തെ മാസം ഞാൻ ജോയിൻ ചെയ്തു ജോലിക്ക്. ഓക്കെ റെഡി ആയി അല്ലേ? അപ്പൊ ഹോർമോണൽ ചേഞ്ചസ് ഇങ്ങനെയാണ് എഫക്ട് ചെയ്യുക അല്ലെ? നമ്മുടെ കൂട്ടത്തിൽ തന്നെ അതിനൊരു എക്സാമ്പിൾ ഉള്ളതുകൊണ്ട് വേറെ പുറത്തെ എക്സാമ്പിൾ നോക്കണ്ട ഇത് വന്നില്ല. പിന്നെ ഇതേപോലെ സ്ത്രീകൾക്ക് വരുന്ന മറ്റൊരു ഏരിയയാണ് മെനോപോസ്. ഓക്കെ, ഇത് പൊതുവെ അഡ്രസ്സ് ചെയ്യപ്പെടാത്തൊരു ഏരിയ. മെനോപോസ് എന്ന് പറയുമ്പോൾ മെൻസ്ട്രേഷൻ നിൽക്കുന്ന സമയത്ത് മിക്ക സ്ത്രീകൾക്കും ഡിപ്രഷൻ ഡയഗ്നോസ് ചെയ്യാറുണ്ട്. കാരണം ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതുവരെ അവരുടെ ശരീരത്തിൽ നടന്ന ഒരു സൈക്കിൾ എൻഡ് ചെയ്യുക. ഒരു മെൻസ്ട്രലിന്റെ സൈക്കിൾ എന്ന് പറയുമ്പോൾ ആ ഒരു 28 to 30 ഡേയ്സിലുള്ള സൈക്കിളിൽ ഒരുപാട് ഓരോ സ്റ്റേജിലും ഓരോ ഹോർമോണലിന്റെ ബാലൻസ് ഉണ്ടാവും. ആൻഡ് അതിൽ മാറ്റം വരുന്ന സൈക്കിൾ എൻഡ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുന്ന കാരണം കൊണ്ടും മെനോപോസ് വരുന്ന സ്ത്രീകൾക്ക് പിന്നെ അവരുടെ ഈ പീരീഡ്സ് നിൽക്കുക എന്ന് പറഞ്ഞാൽ അമ്മയാകാൻ പോകുന്ന അവരുടെ ആ ഒരു ചാൻസ് നിൽക്കുക എന്നുള്ളതാണ്. ചില സ്ത്രീകൾക്ക് അവരുടെ സ്ത്രീത്വം നഷ്ടപ്പെടുന്ന പോലെയും ഞാനിനി ഹെൽത്തി അല്ല. കാരണം പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ നമുക്ക് പ്രായമായി,
നമ്മുടെ ആ ഒരു റീപ്രൊഡക്ഷൻ നിന്നു എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ. അപ്പൊ ആ റീപ്രൊഡക്ഷൻ നിന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി വേറൊരു ജനറേഷൻ ഉണ്ടാക്കാൻ പറ്റില്ല, ഞാനൊരു വേർത്തല്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഒരു ക്ലയന്റ് ഉണ്ടായിരുന്ന ആള് 2 വർഷത്തോളം ഈ ഒരു മെനോപോസിന്റെ മുഖാന്തരം ഉണ്ടായ ഡിപ്രഷൻ മെഡിക്കേഷൻസ് ഒക്കെ എടുത്ത് ട്രീറ്റ്മെന്റ് നടത്തിയ ആളായിരുന്നു. സോ ആ ഒരു സിറ്റുവേഷനിലും ഡിപ്രഷൻ ഉണ്ടാകാം. ഓക്കെ, പിന്നെ വരുന്ന വേറൊരു ഫാക്ടറാണ് അല്ല, അതെന്താ അറിയോ, പ്രശ്നം ഇല്ലാന്ന് വെച്ചാൽ ആൾക്കാർക്ക് അതിനെപ്പറ്റി അറിവ് കുറവായതുകൊണ്ടാണ് ആ പ്രശ്നം വരുന്നത്. നമ്മള് പണ്ടും ഉണ്ടായിരുന്നു, തിരിച്ചറിഞ്ഞില്ല. ഡിപ്രഷൻ പണ്ടുണ്ടായിരുന്നു. ഇപ്പോ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും റോഡുമേലെ നടക്കുന്നത്. അതായത് ഇത് കാണിക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ ഇത് കൺസൾട്ടേഷൻ എടുക്കാതെ നിൽക്കുന്നത് നമ്മുടെ ഫാമിലീസിലൊക്കെ ഒന്ന് നോക്കിയാൽ മതി. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ആൾക്കാർ ട്രീറ്റ്മെന്റ് എടുക്കാൻ തുടങ്ങി. ഓക്കെ, ഇപ്പോ ഈവൻ നമ്മുടെ ഫാമിലീസിൽ തന്നെ ചില ആളുകൾ അവരുടെ ബിഹേവിയേഴ്സിലൊക്കെ പേഴ്സണാലിറ്റീസിലൊക്കെ മാറ്റം ഉണ്ടാവും. പക്ഷെ നമ്മൾ ആളുടെ ഒരു സ്വഭാവം അങ്ങനെയാണ്, അങ്ങനെ കണക്കാക്കണ്ടെന്ന് വെച്ച് നമ്മൾ നിൽക്കും. പക്ഷെ ഇപ്പൊ ആൾക്കാർ മാറി ചിന്തിച്ചു തുടങ്ങി, ഇതെന്തോ ഒരു പ്രശ്നമുണ്ട്, ഒന്ന് കൺസൾട്ട് ചെയ്ത് നോക്കാം എന്നുള്ള ഒരു രീതിയിലോട്ടേക്ക് മാറി. പണ്ടുള്ള ആളുകൾക്ക് ഇത് പുറത്ത് പറയാൻ പേടിയായിരുന്നു. കാരണം വട്ടാന്നല്ലേ പറയാ, ആൾക്ക് പെരാന്താന്നാ പറയാ, വട്ടാണെന്നാണ് പറയാ. ആ വട്ട് ഒരു സ്റ്റിഗ്മ എന്ന് അതിനെ വിളിക്കാം. ആ സ്റ്റിഗ്മ ഇന്നും ഉണ്ട്, പക്ഷെ പണ്ടത്തെ അപേക്ഷിച്ച് കുറവാണ്. എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്ന് പറയുന്നത് ഒരു വീക്ക്നെസ് ആയിട്ടായിരുന്നു ആൾക്കാർ കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്കാർ പുറത്ത് പറയില്ല, അതിന് വലിയൊരു പരിഗണന കൊടുക്കില്ല. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആണെങ്കിലും മെനോപോസിന് ശേഷമുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ പണ്ടും ഉണ്ട്, പക്ഷെ ആൾക്കാരത് ഐഡന്റിഫൈ ചെയ്തില്ല. ഇപ്പൊ ആൾക്കാർ കുറച്ചുകൂടെ അവെയർ ആയി. ഇപ്പൊ പ്രത്യേകിച്ച് ഈ ഒരു പാസ്റ്റ് 2 to 3 അതുണ്ടാവും. ഭയങ്കര ചൂട് അനുഭവപ്പെടും, നോർമൽ ബോഡി ഹീറ്റ് കൂടും. ഓക്കെ, അതേപോലെ ഭയങ്കര ക്ഷീണം അനുഭവപ്പെടും. അങ്ങനെ പല പല ഫിസിക്കലി ഉള്ള സിംറ്റംസും അവർക്ക് കാണും. അതിനനുസരിച്ച് തന്നെ മെന്റലി ഉണ്ടാവും. എല്ലാവർക്കും ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല കേട്ടോ. ഈ ഡിപ്പെൻസ് ആണ്, പേഴ്സൺ ടു പേഴ്സൺ അത് എന്ത് ചെയ്യും, വേരി ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ബയോളജിക്കൽ ഫാക്ടർ. ഇനി സൈക്കോളജിക്കൽ ഫാക്ടർ നോക്കുന്ന സമയത്ത് നമുക്കറിയാം, ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ഇവന്റ്സ്. നേരത്തെ ആരോ പറഞ്ഞു ഒരു ഫിനാൻഷ്യലി ഉള്ള ഒരു ഇഷ്യൂ വന്നപ്പോൾ ഡിപ്രഷൻ ഡയഗ്നോസ് ആയി എന്നുള്ളത്. അങ്ങനെ ലൈഫിൽ നമുക്കൊരു ഭയങ്കര നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാൾ മരിക്കുക, അല്ലെങ്കിൽ ഒരു ട്രോമ ഉണ്ടാവുക, ഒരാളുടെ മരണം നമ്മൾ മുമ്പിൽ കാണുക, അല്ലെങ്കിൽ ഒരു അബ്യൂസിന് ഒരു വിക്ടിം ആവുക, ഒരു സെക്ഷൽ ആൻഡ് ഫിസിക്കൽ അബ്യൂസ് ഒക്കെ ഉണ്ടാവാം. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലും ഡിപ്രഷൻ ഡയഗ്നോസ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. പിന്നെ പേഴ്സണാലിറ്റീസ്, ഒരാളുടെ പേഴ്സണാലിറ്റി ഇപ്പം ഭയങ്കര ലോ സെൽഫ് എസ്റ്റീം ഉള്ള, കോൺഫിഡൻസ് കുറഞ്ഞ ഒരാളുടെ പേഴ്സണാലിറ്റി ആണെങ്കിൽ അയാൾക്ക് പെട്ടെന്ന് എന്ത് വരും, ഡിപ്രഷൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പെസിമിസം എന്ന് പറയുമ്പോൾ കാണുന്നതിലൊക്കെ ഒരു നെഗറ്റിവിറ്റി ആയിരിക്കും കാണാം. പോസിറ്റിവിറ്റി അപ്പുറം ഉണ്ടെങ്കിലും ആദ്യം കാണുന്ന നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവിനെ പറ്റിയിട്ടായിരിക്കും കൂടുതൽ സംസാരിക്കാം. ഓക്കെ, അങ്ങനെയുള്ള ആളുകൾ. പിന്നെ എസ്പെഷ്യലി ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ട്, നിങ്ങൾക്കത് പഠിക്കാനുണ്ട്, ഈ ഒരു പാഠഭാഗത്ത് തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ എസ്പെഷ്യലി ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി കേട്ടിട്ടുണ്ടോ? ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി, EUPD, ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ പേഴ്സണാലിറ്റി എടുത്തോ? എന്നിട്ടാണോ നിങ്ങൾ ഉണ്ടാകുന്നത്? ഓക്കെ. അപ്പൊ അതില് ഉള്ളൊരു പേഴ്സണാലിറ്റിയാണ് ബോർഡർ ലൈൻ, ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി. ഈ പേഴ്സണാലിറ്റി ഉള്ള ആളുകൾക്ക് ഇമോഷൻസ് ഒന്നും റെഗുലേറ്റ് ചെയ്യാൻ പറ്റില്ല, എപ്പോഴും വിഷമായിരിക്കും. അപ്പോൾ അത് മുഖാന്തരം ഡിപ്രഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, ആൻഡ് എഗെയിൻ എൻ്റെ ഒരു ക്ലയന്റ്, ആള് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള ആളാണ്. ആൾക്ക് ഇപ്പൊ വെരി റീസെന്റ് ഡിപ്രഷൻ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കാരണം, പേഴ്സണാലിറ്റി കാരണം ഡിപ്രഷൻ വരാം. പിന്നെ ലേൺഡ് ഹെൽപ്ലെസ്നെസ് ആണ് വേറൊരു കാര്യം. ഹെൽപ്ലെസ്നെസ്, നിസ്സഹായ അവസ്ഥ ലേൺ ചെയ്യും. എന്നുവെച്ചാൽ
എനിക്ക് ഇനിയൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇത് പറയണമെങ്കിൽ ഞാനൊരു എക്സ്പെരിമെന്റ് പറയാം. ഒരു സെലിഗ്മാന്റെ ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്, ലേൺഡ് ഹെൽപ്ലെസ്നെസ്. ഡിപ്രഷന്റെ വൺ ഓഫ് ദി മേജർ റീസൺ ലേൺഡ് ഹെൽപ്ലെസ്നെസ് ആണ്. എന്ന് വെച്ചാൽ നമ്മള് ഇതിന്റെ സെലിഗ്മാൻ ആണ് ഈ ഒരു എക്സ്പെരിമെന്റ്, ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. അപ്പോൾ അദ്ദേഹം ഒരു ഡോഗിനെ, ഒരു നായയെ ഇങ്ങനെ ഒരു ബോക്സിലിട്ടു. ഒരു ഷോക്ക് ഉണ്ട് അവിടെ, ഷോക്ക് കൊടുത്തു. അപ്പൊ നായ ഒരുപാട് ചാടാൻ നോക്കി, പക്ഷെ ആ ബോക്സ് കടന്ന് ചാടാൻ പറ്റില്ല. നായ ഒരുപാട് ചാടാൻ ശ്രമിച്ചിട്ടും പറ്റിയില്ല. ഓക്കെ, ഒത്തിരി സമയം ശ്രമിച്ചിട്ടോ. പിന്നെ രണ്ടാമത് വീണ്ടും അതേ ബോക്സിൽ ഒരു ചെറിയൊരു, അതായത് നായക്ക് ചാടാൻ പറ്റുന്ന വേറൊരു സിറ്റുവേഷൻസിൽ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചു. നായ ചാടിക്കഴിഞ്ഞാൽ നായക്ക് ഇപ്പറെത്തും, ഷോക്ക് ഇല്ലാത്ത സ്ഥലത്തെത്തും. ഓക്കെ, പക്ഷെ നായ എന്ത് ചെയ്തില്ല, നായ ചാടിയില്ല. കാരണം എന്താന്ന് വെച്ചാൽ നായ ആ ഒരു നിസ്സഹായാവസ്ഥ പഠിച്ചു. ഞാൻ ചാടിയിട്ട് കാര്യമില്ല, ഞാൻ ചാടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം ആദ്യം ഒരുപാട് ചാടിപ്പോയല്ലോ, ചാടിയിട്ട് റിസൾട്ട് ഒന്നും കിട്ടിയില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്തു, അപ്പൊ ഓക്കെ ഞാൻ ചാടിയിട്ട് കാര്യമില്ല. അവിടെ ചാടിയാല് രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ടായിട്ടും, ഷോക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ടായിട്ടും നായ ചാടിയില്ല. അപ്പോ സെലിഗ്മാൻ ഇതിനൊരു പേരിട്ട് വിളിച്ചു, ലേൺഡ് ഹെൽപ്ലെസ്നെസ്. ഹെൽപ്ലെസ്നെസ് നായ ലേൺ ചെയ്തെടുത്തു. ഇതേ കാര്യം തന്നെ നമ്മൾ മനുഷ്യരിലും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കൊരു സാഡ്നെസ് വരും, നമ്മൾ കുറെ ആദ്യം മെനക്കിടും, കുറെ ശ്രമിക്കും നമ്മൾ, എന്നിട്ട് നമ്മൾ ഒന്നും വർക്കാവുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മളൊരു ഡൗൺ ആവും. പിന്നെ നമുക്ക് ചാൻസസ് വിൽ ബി ദെയർ, ചാൻസസ് ഉണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ ഈ ഒരു നായ്ക്കുട്ടി ചാടാൻ ശ്രമിക്കാത്ത പോലെ നമ്മളും അതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കില്ല. നമ്മൾ ആ ഒരു നിസ്സായ അവസ്ഥ പഠിച്ചെടുക്കും, ഇനി ചെയ്തിട്ട് കാര്യമില്ല, ഒരു പവർലെസ് ആയിട്ട് ഫീൽ ചെയ്യും. ഇത് ഡിപ്രഷന്റെ വൺ ഓഫ് ദി പ്രോമിനന്റ് റീസൺസിൽ പെട്ടതാണ്. ഒന്നും വർക്കാവൂല, ഞാനിനി ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഡിപ്രഷനുള്ള ആളുകൾ പൊതുവെ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ കുറെ ശ്രമിച്ചു, എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഇതൊരു ഹെൽപ്ലെസ്നെസ് ആണ്. ആൻഡ് ഹെൽപ്ലെസ്നെസ് ഡിപ്രഷന്റെ വൺ ഓഫ് ദി സിംറ്റംസിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം കൂടിയാണ്. ഇനി മൂന്നാമത്തെ ഫാക്ടറാണ് സോഷ്യൽ ഫാക്ടർ. ഓക്കെ, സോഷ്യൽ ഫാക്ടറിൽ നമ്മൾ പറയുന്ന സാമൂഹിക അന്തരീക്ഷം അല്ലെ, അതാണ് സോഷ്യൽ ഫാക്ടേഴ്സ്. ഐസൊലേറ്റഡ് ആയി പോവുക, ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്തൊരവസ്ഥ, ആൾക്കാരാൽ ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥ, ഒരു സപ്പോർട്ട് സിസ്റ്റം ഒന്നുമില്ല, വീട്ടിലാണെങ്കിലും പ്രത്യേകിച്ച് ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ല, നല്ല നെയ്ബേഴ്സ് ഇല്ല, അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിൾ ഒന്നും ഇല്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യമാകുമ്പോൾ ഡിപ്രഷനിലോട്ടേക്ക് ഫോഴ്സ് കൂടും. ഓക്കെ, കുറച്ചുകൂടെ ഒരു ഫോഴ്സ് ആവും ഇത് ഡിപ്രഷനിലോട്ടേക്ക് പോകാനുള്ളത്. അതേസമയം നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ഉള്ള ഒരു ഫാമിലിയിലാണെങ്കിൽ ആ കുട്ടി ചിലപ്പോൾ കുറച്ചുകൂടെ സർവൈവ് ചെയ്യും. ഓക്കെ, ഇനി അതല്ല സപ്പോർട്ട് സിസ്റ്റം ഇല്ലെങ്കിൽ ആ വീണ്ടെടുത്തിൽ പോകും കുട്ടി. ഓക്കെ, പിന്നെ വരുന്നത് സോഷ്യൽ ഫാക്ടറിൽ വരുന്നതാണ് വയലൻസ്, അബ്യൂസ്, സ്കൂളുകളിൽ നിന്ന് നടക്കുന്ന അബ്യൂസുകൾ, വയലൻസ്, കുട്ടികൾക്കെതിരെയുള്ള വയലൻസ്, സ്ത്രീകൾക്കെതിരെയുള്ള വയലൻസ്, ആൻഡ് ഈവൻ പുരുഷന്മാർക്കെതിരെയുള്ള പല പല വയലൻസുകൾ, അടികള്, പിന്നെ അതേപോലെ റാഗിങ്, ബുള്ളിങ് സ്കൂളുകളിലൊക്കെ നടക്കുന്നത്, ഇതൊക്കെ സാമൂഹിക അന്തരീക്ഷത്തിൽ വരുന്നതാണ്. അപ്പൊ ഇതൊക്കെ കാരണം ഡിപ്രഷൻ ഡയഗ്നോസ് ചെയ്യാം. ഓക്കെ, പിന്നെ വരുന്നതാണ് സോഷ്യോ എക്കണോമിക് ഇഷ്യൂസ്. സാമൂഹിക അന്തരീക്ഷത്തിൽ വരുന്ന ആ ഒരു സാഹചര്യത്തിൽ വരുന്നതാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഇഷ്യൂസ്, എക്കണോമിക് ഇഷ്യൂസ്, ദാരിദ്ര്യാവസ്ഥ അല്ലെ. അത് നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഫിനാൻഷ്യലി ഒന്ന് ഡ്രോപ്പ് ആയാൽ തന്നെ നമ്മുടെ സ്ട്രെസ് ലെവൽ എത്ര കൂടും എന്നുള്ള ആലോചിച്ചാൽ മതി. അപ്പൊ വളരെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ, ഫുഡ് ഇല്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ഫിനാൻഷ്യലി നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷൻസ് വരുമ്പോൾ പിന്നെ എന്ത് ചെയ്യും, ജോലി സംബന്ധമായിട്ടൊക്കെ വരുമ്പോൾ ഡിപ്രഷൻ ഡയഗ്നോസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ജോലി ഇല്ലാത്ത അവസ്ഥ, ആൻഡ് ഡിസ്ക്രിമിനേഷൻ, ഓക്കെ, വർഗീയത, ജാതീയത അല്ലെ, ഇതൊക്കെ ഒരാളിൽ അയാൾ ഒറ്റപ്പെടുത്തും. ഈ കാര്യങ്ങളൊക്കെ കളറിന്റെ പേരിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക, തടിയുടെ പേരിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക, ജാതിയുടെ പേരിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക. അപ്പൊ മറ്റുള്ള ആളുകളിൽ നിന്ന് ഞാൻ വ്യത്യസ്തനാണ് എന്നുള്ളത് കണ്ടിന്യൂസ്ലി അനുഭവിക്കുന്ന ഒരാൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ അങ്ങനെയും ഇതൊക്കെ ഇതിന്റെ റീസൺസാ. ഇത് മാത്രം ആവണമെന്നില്ല, ഇതൊക്കെ മിക്സ്ഡപ്പ് ആയിട്ടായിരിക്കും ചില ആളുകളിൽ വരിക. ഓക്കെ, സോ ഇതാണ് ഡിപ്രഷന്റെ കോസസ് പറയുന്നത്. നമുക്കിനി ഇമ്പാക്റ്റും ട്രീറ്റ്മെന്റും കൂടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അത് നമുക്ക് കുറച്ച് ഇമ്പാക്റ്റും കൂടെ ഞാൻ ജസ്റ്റ് ഇപ്പൊ പറയാം. 2 മിനിറ്റും കൂടെ നമുക്കുള്ളൂ. ഡിപ്രഷന്റെ ഇമ്പാക്റ്റ് പറയുന്ന സമയത്ത് ഡിപ്രഷൻ ഉള്ള ഒരാളുടെ ഫാമിലിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ആളുകളുമായിട്ട് സംസാരം കുറയും, പാർട്ട്ണറായിട്ട് സംസാരം കുറയും, വർക്ക് ചെയ്യാൻ പറ്റും ഇല്ല, സൊസൈറ്റിയിൽ നമ്മൾ ആരെയും വിളിക്കില്ല, ആരുടെ സംസാരിക്കില്ല, ആ ഏരിയ ഒക്കെ എഫക്റ്റ് ആവും.
ആൻഡ് ഡിപ്രഷൻ വരുമ്പോൾ ഇത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്സ്റ്റൻസ് അബ്യൂസിലോട്ടേക്ക് പോകും. എന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ യൂസ് ചെയ്യും. അല്ലെ, നമ്മൾ മെമ്മറീസ് ഒക്കെ മൂവി കണ്ടിട്ടില്ലേ, ആൾക്ക് ഒരു സ്ട്രെസ് വരുന്ന സമയത്തോട്ടേക്ക് ആള് കോപ്പപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തത് എന്താണ്, ആൽക്കഹോളാണ്. എന്റെ വിഷമം ഒന്ന് മാറട്ടെ, ഇങ്ങനെയെങ്കിലും എന്റെ വിഷമം ഒന്ന് മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് സബ്സ്റ്റൻസ് അബ്യൂസിലോട്ടേക്ക് പോകും. ആദ്യം അത് ഒരു വട്ടം യൂസ് ചെയ്തതാണെങ്കിൽ പിന്നെ അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള സിറ്റുവേഷൻസിലോട്ടേക്ക് പോകും. അതൊരു സബ്സ്റ്റൻസ് അബ്യൂസ് ഡിസോർഡറിലോട്ടേക്ക് പോകും. അതൊരു മാനസികാരോഗ്യം, അത് വേറൊരു പ്രശ്നത്തിലോട്ടേക്ക് പോകും. പിന്നെ മറ്റ് മെന്റൽ ആൻഡ് ഫിസിക്കൽ ഇഷ്യൂസ് വരും. ഡിപ്രഷൻ കണ്ടിന്യൂസ്ലി വരുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആവും. നമ്മുടെ WBC സെൽസ് ഇല്ലേ, വൈറ്റ് ബ്ലഡ് സെൽസ്, ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റി, നമ്മുടെ ബാക്ടീരിയ, വൈറസ്, ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോൾ അതിൽ നിന്ന് പ്രതിരോധിക്കുന്ന പടയാളികളാണ്. ഇവരൊക്കെ സപ്രസ് ആയി പോകും, ഇവരൊക്കെ അടങ്ങിപ്പോവും, കാവൽക്കാരില്ലാതെയായി പോകും നമ്മുടെ ശരീരത്തിന്. അപ്പൊ എന്താ, ഒരു വൈറസ് വരുമ്പോഴത്തേക്കും പ്രതിരോധ ശേഷി ഇല്ലെങ്കിൽ അസുഖങ്ങൾ പെട്ടെന്ന് വരും. ഇൻഫ്ലമേഷൻസ് കൂടും ശരീരത്തില്, അല്ലെ, ഹാർട്ട് ഡിസീസുകൾ കൂടും, അല്ലെ. ഇതൊക്കെ റിസർച്ച് പ്രൂവ് ചെയ്ത എവിഡൻസ് ആണ്. ഓക്കെ, ഇതിനൊക്കെ മാറ്റങ്ങൾ വരും. നമ്മുടെ ഫിസിക്കൽ ആരോഗ്യം, അല്ലെ, അതിലും മാറ്റങ്ങൾ വരും. സൂയിസൈഡൽ റിസ്ക് നന്നായിട്ട് കൂടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മരണനിരക്ക് കൂടുതലായിരിക്കും ഡിപ്രഷനുള്ള ആളുകളിൽ. ഓക്കെ, പിന്നെ ഇതിൽ നമുക്ക് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ആണുള്ളത്. ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എന്താണെന്നുള്ളത് കുറച്ചുകൂടെ ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ തികയില്ല, പകുതിയിൽ നിന്ന് സ്റ്റോപ്പായി പോകും. അപ്പോൾ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എൻഡപ്പ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലോട്ടേക്ക് പോവാം. ഓക്കെ, ഇതുവരെ ഓക്കെ അല്ലേ? മനസ്സിലാവുന്നില്ലേ? ഓക്കെ ഓക്കെ, നിങ്ങൾ നോക്കിയിട്ട് ഡൗട്ട്സോ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് സെഷനിൽ, നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്താൽ മതി, പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ നിർത്തല്ലേ? ഓക്കെ, ഗുഡ് നൈറ്റ് ഓൾ, ബൈ.